بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد بشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي هذا من الانتشار السلام عليكم warahmatullahi wabarakatuh. റസൂലുള്ളാഹി കഴിഞ്ഞ അക്കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ പുരുഷനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേഴ്സണാലിറ്റി, ഫാമിലി, പ്രധാനപ്പെട്ട ഇവന്റ്സ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ചില ഫീച്ചേഴ്സ്, അങ്ങനെയൊക്കെ ഒരു ഓർഡറൊന്നും ഇല്ലാതെ എന്നാൽ ചെറിയൊരു ഓർഡറോടി പറയാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഖലീഫ ആയിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന പോർഷൻ നമ്മൾ വല്ലാണ്ട് ഫോക്കസ് ചെയ്യില്ല. കാരണം അത് കുറെ കൂടി പൊളിറ്റിക്കൽ അനാലിസിസ് ആയിരിക്കും. വർക്കിംഗ് ഡേയ്സിന്റെ ഇടയിലായതുകൊണ്ടും സമയമെട്ടിലേക്ക് ആയതുകൊണ്ടും ഓൾവേഡ് ആയിരിക്കും പരമാവധി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ഭാഗങ്ങളിലേക്ക് ഏറ്റവും നന്നായി അവതരിപ്പിക്കാനും കേൾക്കാനും ഇതിൽ നിന്ന് മാതൃക ഉൾക്കൊള്ളാനും എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കുടുംബം കൊണ്ട് നമുക്ക് തുടങ്ങും. പലപ്പോഴും നമ്മൾ കേൾക്കാത്തൊരു പോഷണമാണ്. നമ്മൾ അതേപോലെയാണെങ്കിൽ അറിയാതെ ചോദ്യങ്ങൾ നോക്കൂ, അത് ആരും ഉദ്ദേശിച്ചതല്ല, അറിയാതെ പറഞ്ഞാൽ ഉണ്ടായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്ര ഭാര്യമാരുണ്ടായിരുന്നു അറിയാം? 4 ഭാര്യമാരുടെ 4 ഭാര്യമാരുണ്ട്. എത്ര മക്കളുണ്ടായിരുന്നു അറിയാം? 6 മക്കൾ, 3 ആൺമക്കളും 3 പെൺമക്കളും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ കുറെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഫാമിലി ഡീറ്റെയിൽസ് അല്ലാണ്ട് അങ്ങനെ കേൾക്കാറില്ല. നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയുടെ പേര് ഉസ്മാൻ എന്നായിരുന്നു. പേര് ഉസ്മാൻ ആണെങ്കിലും അബൂ ഖുഹാഫ എന്ന പേരിലാണ് അദ്ദേഹം പ്രസിദ്ധനായത്. ഉമ്മയുടെ പേര് സൽമ എന്നാണ്, പക്ഷേ ഉമ്മുൽ ഖൈർ എന്ന പേരിലാണ് അവർ പ്രസിദ്ധനായത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരോ, അദ്ദേഹത്തിന്റെ പേര് അബ്ദുള്ള എന്നായിരുന്നു. ആദ്യത്തെ പേര് അബ്ദുൽ കഅബ. ജാഹിലിയ്യക്കാർ നമ്മൾ സഹാബിമാരെ എടുത്താൽ അവരിൽ പലർക്കും പ്രധാനപ്പെട്ട 3 സ്റ്റേജുകളുള്ളത് കാണാൻ കഴിയും. പിന്നെ മക്കൻ ലൈഫ്, പിന്നെ മദനി ലൈഫ്, പിന്നെ ഖിലാഫത്ത് റാഷിദ ആഫ്റ്റർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷമുള്ള കാലം. ഇങ്ങനെ 4 തലങ്ങൾ പൊതുവെ കാണും. പൊതുവെ എല്ലാ സഹാബിമാരും ഇതേപോലെ 4 തലങ്ങളുണ്ട് എന്നുള്ളതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതിന്റെ ജാഹിലിയ്യ കാലത്തെ പേരായിരുന്നു അബ്ദുൽ കഅബ, കഅബയുടെ അടിമ. ഈ അബൂബക്കർ എന്ന പേരിന് പിന്നിലും 2 കഥകളുണ്ട്. ഒന്ന്, ആ പേര് ഉമ്മ തന്നെ, ഉമ്മ സൽമ ഇട്ട പേരാണ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യം വന്നവൻ, എന്ന് പറഞ്ഞാൽ ആദ്യമായി എന്നോട് ചേർന്നവൻ, എന്നോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയ. മറ്റെല്ലാവരും പോയല്ലോ, ആദ്യത്തെ 2 ആൺകുട്ടികൾ പോയല്ലോ, മൂന്നാമതായി എന്നോടൊപ്പം വന്നവൻ, നേരത്തെ വന്നവൻ എന്ന അർത്ഥത്തിലാണ് അബൂബക്കർ ഉമ്മ വിളിച്ചതാണ് എന്നൊരു അഭിപ്രായമുണ്ട്. മറ്റൊന്ന്, ബക്കർ എന്ന വാക്കിന്റെ അർത്ഥം അറബിയിൽ നല്ല ഉശിരുള്ള, നല്ല കപ്പാസിറ്റി ഉള്ള, സ്റ്റാമിനയുള്ള ഒട്ടകങ്ങൾക്ക് പറയും. അപ്പോ മറ്റു 2 കുഞ്ഞുങ്ങളും അസുഖം ബാധിച്ചു എന്നൊക്കെ അവർക്ക് മരണപ്പെട്ടു പോയി. പക്ഷെ അബൂബക്കർ കണ്ടാൽ ചെറിയ ശരീരത്തിലുള്ള ആളായിരുന്നെങ്കിൽ അത് ആരോഗ്യമുള്ള വ്യക്തിയായിരുന്നു. അബൂബക്കർ എന്ന അങ്ങനെ ഉമ്മ വിളിച്ചതാണെന്നൊരു അഭിപ്രായമുണ്ട്. മറ്റൊരു അഭിപ്രായം ആണ് കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്, ഏറ്റവും ആദ്യം വന്നവൻ, അല്ലെങ്കിൽ നേരത്തെ ഇസ്ലാമിലേക്ക് വന്നവൻ എന്ന അർത്ഥത്തിൽ ആദ്യമായി അഡൽട്ട്, ഒരു ഇസ്ലാം സ്വീകരിച്ച ആദ്യത്തെ അഡൽട്ട് മെയിൽ, ആദ്യ പുരുഷൻ ആണ്. അപ്പൊ ആ അർത്ഥത്തിൽ നേരത്തെ വന്നവൻ എന്ന് റസൂൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയും ആ പേരിൽ അദ്ദേഹം പ്രസിദ്ധനാവുകയും ചെയ്തു എന്നാണ്. സാക്ഷാൽ പേര് അബ്ദുള്ള എന്നാണ്. മറ്റേത് ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പേര് ഏതാ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അറിയാമല്ലോ എന്താ സംഭവം? ഇസ്രാ മിഅ്റാജ് സംഭവം ഉണ്ടായപ്പോൾ
ദുർബല വിശ്വാസികൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ വരെ കാരണമായി തീർന്ന സംഭവമാണ് ഇസ്രായേൽ വരാൻ. ഒരൊറ്റ രാത്രി കൊണ്ട് മക്കയിൽ നിന്നും ബൈത്തുൽ മഖ്ദിസിലേക്കും ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് ഏഴാകാശം കണ്ട സിദ്റത്തുൽ മുൻതഹയിൽ കടന്ന് ഒരു മറയ്ക്കപ്പുറവും ഇപ്പുറവുമായി അല്ലാഹു റസൂൽ നിന്ന സംഭവം മിഅ്റാജ്. അംബിയാ മുസ്ലിങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചത്, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ട്രെയിലറുകൾ കണ്ടത് എല്ലാം ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചു. ബറക്കുൽ എന്ന് പറഞ്ഞാൽ ലൈറ്റിനിങ്, ഇടിമിന്നൽ എന്നാണ്. ഇടിമിന്നലിനേക്കാൾ വേഗതയുള്ള ബുറാഖ് എന്ന വാഹനത്തിൽ കയറി തിരിച്ചുള്ള സംഭവം. പലരും അങ്ങനെ ശങ്കിച്ചു നിന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അടുത്ത് പോയിട്ട് അബൂജഹൽ പറയുന്നത്, റഫീഖേ, നിന്റെ കൂട്ടുകാരൻ പറഞ്ഞ പുതിയ വാർത്തകൾ എന്താണത്? ഇതാ ഒറ്റ രാത്രി കൊണ്ട് പോയി എന്നാണ് പറയുന്നത്. അപ്പൊ മുഹമ്മദ് മുഹമ്മദ് അങ്ങനെ പറഞ്ഞു. ഞാൻ ഇത് സത്യമാണ്. ആകാശത്ത് നിന്നും ഒരു മാലാഖ വന്ന് ഇടയ്ക്കിടെ സന്ദേശങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവരാണ് അബൂബക്കർക്ക്. ഇത് വിശ്വസിക്കാൻ അബൂബക്കർ ഒരു പ്രയാസമില്ല. എന്നിട്ട് അബൂബക്കർ ഓടിയത് റസൂലിനെ നോക്കുമ്പോൾ റസൂല് തന്റെ മുമ്പിലുള്ള സഹാബികളോട് കേൾവിക്കാരുണ്ട്. സഹാബികൾ മാത്രമല്ല, മറ്റ് കേൾവിക്കാരുണ്ട്. അവരോടൊക്കെ ഈ സംഭവം വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ കേട്ടിട്ടുണ്ട്. അല്ലാഹു റസൂലെ, ഞാൻ അങ്ങയെ സത്യപ്പെടുത്തുന്നു, അങ്ങ് പറഞ്ഞത് സത്യമാണ് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അന്ന് മുതലാണ് സിദ്ദീഖ് എന്ന പേരും അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നത് എന്നതാണ്. ഇത്രയും പേരുകളാണ് അദ്ദേഹത്തിനുള്ളത്. നമുക്ക് അദ്ദേഹത്തിന്റെ ഫാമിലിയിലേക്ക് പോകാം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യയുടെ പേര് ഖുതൈല ബിൻതു അബ്ദുൽ ഉസ്സ. ഖുതൈല ഇസ്ലാം ജാഹിലിയ്യക്കാർക്ക് ഇസ്ലാം വിവാഹം കഴിച്ച ഭാര്യയാണ്. ഖുതൈല ഇസ്ലാം സ്വീകരിച്ചില്ല എന്നുള്ള കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അബൂബക്കറിന് ഖുതൈല എന്ന ഭാര്യയിൽ, ആദ്യത്തെ ഭാര്യയിലുണ്ടായ കുഞ്ഞുങ്ങളാണ് അസ്മയും അബ്ദുള്ളയും. അസ്മാ ബിൻതു അബൂബക്കർ, ദാത്തുൽ നിഖാത്തൈൻ, ഇരട്ടപ്പട്ടക്കാരി എന്നൊക്കെ അറിയപ്പെട്ട അസ്മയെ കല്യാണം കഴിച്ചത് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. റസൂലിന്റെ അമ്മായി സഫിയ്യയുടെ മകനാണ് സുബൈർ. അശറത്തുൽ മുബശ്ശിറയിൽപ്പെട്ട, സ്വർഗ്ഗത്തിന്റെ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളാണല്ലോ സുബൈർ ഇബ്നുൽ അവ്വാം. അദ്ദേഹമാണ് അബൂബക്കർ റളിയല്ലാഹുവിന്റെ മൂത്ത മകളായ അസ്മയെ കല്യാണം കഴിച്ചത്. അസ്മ റളിയല്ലാഹു സീറ എന്ന് ഞാൻ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നബിയുടെ ജീവിതത്തിൽ, ചരിത്രത്തിൽ പലയിടത്തും കടന്നു വരുന്നത്. അതിലൊന്നാണ് ഹിജ്റ പോകാൻ സമയത്ത് തന്റെ അരയിൽ പിന്നെ തുണി കീറി ഒരു കഷ്ണം കൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധന സാമഗ്രികളൊക്കെ കെട്ടിക്കൊടുത്തു, മറ്റേത് അരപ്പട്ടയിൽ ഉപയോഗിച്ചു. അന്ന് മുതലാണ് ഇരട്ട പട്ടയുള്ള ദാത്തുൽ നിഖാത്തൈൻ എന്ന പേര് അവർക്ക് വന്നത്. നമുക്ക് അച്ഛത്തിലേക്ക് വരാം. മറ്റൊന്ന്, അസ്മാ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്തുലൊക്കെ ചോദിക്കാറുള്ള പ്രശ്നമുണ്ട്. 4 തലമുറ സഹാബികളായിരുന്ന 4 തലമുറ സഹാബികളായിരുന്നു ഏതാണോ വാപ്പ, മകൻ, മകൾ, ഇത്രയും പേര് സഹാബികൾ. ആ വിശേഷണം കിട്ടിയത് അസ്മാ റളിയല്ലാഹു അൻഹ. അതെങ്ങനെയാ? അസ്മാ റളിയല്ലാഹു വാപ്പ അബൂബക്കർ വാപ്പ അബൂ ഖുഹാഫ. പിന്നീട് മക്ക ഫതഹിന്റെ വേളയിൽ, മക്ക വിജയത്തിന്റെ സമയത്ത് ഇസ്ലാം സ്വീകരിക്കുന്നു. ഇത്രയും കാലം കാഫിറായിരുന്നു, മുശ്രിക്കായിരുന്നു. അപ്പോൾ അബൂ ഖുഹാഫ മകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മകൾ അസ്മയുടെയും സുബൈർ ബിൻ അവ്വാമിന്റെയും മകനായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, ജൂനിയർ സഹാബികൾ എന്ന് പല തട്ടുകളുണ്ട്. പ്രായം കൊണ്ടും ശ്രേഷ്ഠത കൊണ്ടും ഇസ്ലാമിന് വേണ്ടി അർപ്പിച്ച ത്യാഗങ്ങൾ കൊണ്ടും അറിവ് കൊണ്ടും ഒക്കെ വ്യത്യസ്ത തട്ടുകളുണ്ട്. പ്രായം കൊണ്ട് ജൂനിയർ സഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ. അപ്പോൾ ഖുതൈല എന്ന ഭാര്യയിലുണ്ടായ 2 മക്കളാണ്. ഒന്ന് അസ്മ, രണ്ടാമത്തെ അബ്ദുല്ല. ഈ അബ്ദുല്ല റളിയല്ലാഹു അൻഹു നമുക്കറിയാം, ഹിജ്റ വേളയിൽ റസൂലും അബൂബക്കറും ശത്രുക്കളിൽ രക്ഷപ്പെടാൻ വേണ്ടി റൂട്ട് മാറി സഞ്ചരിച്ചു. സൗർ ഗുഹയിൽ 3 ദിവസം തങ്ങി. അതിനിടയിൽ അവർക്ക് ആവശ്യമായ പാലും ഭക്ഷണവും ഒക്കെ എത്തിച്ചിരുന്നത് മകൻ ഈ അബ്ദുല്ലായിരുന്നു. ആടുകളെ തെളിച്ചുകൊണ്ട് പോയിട്ട് റസൂലും അബൂബക്കറും സഞ്ചരിക്കുന്ന ഒട്ടകത്തിന്റെയും അവരുടെ കാൽപ്പാടുകൾ മായിച്ചു കളഞ്ഞു ഒക്കെ. അതുപോലെ അന്ന് അബ്ദുള്ള 10-12 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു കുട്ടിയാണ്. ദാറുൽ നദവയിൽ ചെന്ന്, ഈ ദാറുൽഅർഖം എന്നറിയാം അല്ലേ? എന്താണ് ദാറുൽഅർഖം? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാഥമിക പാഠശാലയായിരുന്നു. അതേപോലെ ഖുറൈശികളുടെ ഓഫീസ്, കഅബയുടെ അടുത്തുള്ള ഓഫീസ് അറിയപ്പെട്ടിരുന്നത് ഖുറൈശികളുടെ സെൻട്രൽ ഓഫീസാണ് ദാറുൽ നദവ. ദാറുൽ നദവയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ പോയി നിന്ന് കേൾക്കുകയും, കുട്ടിയല്ലേ ആരും ശ്രദ്ധിക്കുന്നില്ല,
എന്നിട്ട് പിന്നെ ആരും കാണാതെ വന്ന് സൗബയിലുള്ള പാപ്പനെയും റസൂലിനെയും അറിയിച്ചു കൊടുക്കുന്ന ഡ്യൂട്ടിയൊക്കെ അബ്ദുള്ള ചെയ്യുന്നു. പിന്നീട് അബ്ദുള്ള മുതിർന്നു. ഹുനൈൻ യുദ്ധത്തിലാണ്. ഹുനൈൻ യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ കഴുത്തിന് പിന്നിൽ വലിയൊരു അമ്പ് നിറച്ച് ആ മുറിവ് ഉണങ്ങിയില്ല. 1.5 വർഷത്തോളം ആ മുറിവ് കൂടുതൽ പഴുത്തു വന്ന് അവസാനം ആ പരിപ്പ് കൊണ്ടാണ് അബ്ദുള്ള ഷഹീദാണ്. അവിടെ വേറെ രസമുണ്ട്. അതായത് ഈ ഹുനൈൻ യുദ്ധത്തിൽ ശത്രുപക്ഷത്ത് അബ്ദുള്ള റളിയല്ലാഹുവിനെ അമ്പയിൽ കൊന്ന മനുഷ്യൻ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നു. അവര് സഖീഫ് ഈ ത്വായിഫിൽ നമ്മൾ റസൂലുള്ളാഹിനെ കല്ലെറിഞ്ഞ സംഭവം നമുക്കറിയാം. ത്വായിഫിലെ ഗോത്രമാണ് ബനു സഖീഫ് ഗോത്രം. അവരെ ത്വായിഫ് കീഴടക്കിയ യുദ്ധത്തിലാണ് ഹുനൈൻ യുദ്ധം എന്ന് പറയുന്നത്. അവിടെ നിന്ന് പിന്നീട് ഖലീഫ അബൂബക്കറിന്റെ കാലത്ത് ബനു സഖീഫ് ഗോത്രത്തെ ഒരു സംഘം വരുന്നുണ്ട്. എവിടെ? ഖലീഫ അബൂബക്കറിനെ കാണാൻ വേണ്ടി മദീനയിൽ വരുന്നുണ്ട് പരാമർശിക്കും. അബ്ദുള്ളയുടെ മരണത്തിന് കാരണമായി തീർന്ന അമ്പ് അബൂബക്കർ സിദ്ദീഖ് സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് ഈ ബനു സഖീഫ് ഗോത്രത്തിൽ ആളുകൾ വന്നപ്പോൾ എടുത്ത് കാണിച്ചു കൊടുത്തു. ഈ അമ്പ് നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. അന്നൊക്കെ എല്ലാവരും ഇഷ്ടംപോലെ അമ്പുകളല്ല, ഓരോരുത്തർക്കും യുദ്ധത്തിന് വേണ്ട അമ്പുകളൊക്കെ ഓരോരുത്തരും ഉണ്ടാക്കി മൂർച്ച വെപ്പിച്ച് പിന്നെ തൂവലൊക്കെ കെട്ടി അതുകൊണ്ട് ഓരോരുത്തരും റെഡിയാക്കി അമ്പുകൾ ഓരോരുത്തർക്കും അറിയായിരുന്നു. ഈ അമ്പുകൾ പിന്നെയും എടുത്ത് തീരുമായിരുന്നു ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി. അപ്പോ കൂട്ടത്തിലുണ്ടായിരുന്ന സഹാബി പറയുന്നത് ഇവരുടെ പേരെ പറഞ്ഞു, ഇത് എന്റെ അമ്പാണ് എന്ന് പറഞ്ഞിട്ട് ഈ അമ്പ കൊണ്ടാണ് പിന്നെ എന്റെ മകൻ മരിക്കാനിടയായത്. എന്നിട്ട് പറയുന്നത് പിന്നെ താങ്കളിലൂടെ അള്ളാഹു എന്റെ മകനെ ആദരിച്ചു, അദ്ദേഹത്തിലൂടെ ഇസ്ലാമിലൂടെ അള്ളാഹു താങ്കൾക്ക് പുറത്തു തരികയും ചെയ്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ് എന്ന് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് സ്വന്തം മകനെ കൊന്ന ആളുകളുടെ സമീപനമാണ്. ഇനി രണ്ടാമത്തെ ഭാര്യ ഉമ്മു റൂമാൻ. ഇങ്ങനെ പോയാൽ മതിയല്ലോ അല്ലെ? ഉമ്മു റൂമാൻ രണ്ടാമത്തെ ഭാര്യയുടെ പേരാണ് ഉമ്മു റൂമാൻ. ബനു കിനാന എന്ന് പറഞ്ഞ ഗോത്രക്കാരിയാണ്. ആദ്യത്തെ ഭർത്താവ് ഉമ്മു റൂമാന്റെ ആദ്യ ഭർത്താവ് മക്കയിൽ വെച്ച് മരിച്ചു. തുടർന്നാണ് ഉമ്മു റൂമാനെ കല്യാണം കഴിക്കുന്നത്. ആദ്യകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ചു. ഉമ്മു റൂമാൻ എന്ന രണ്ടാമത്തെ ഭാര്യയിലുണ്ടായ മക്കളാണ് ആയിഷയും അബ്ദുറഹ്മാൻ. ആയിഷ കൂട്ടത്തിലുള്ള ആളാണ് അബ്ദുറഹ്മാൻ. ഈ അബ്ദുറഹ്മാൻ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ബദറിലൊക്കെ ശത്രുപക്ഷത്ത് നമ്മള് ബദറെന്നും ആ സംഭവം പറയാം. അബ്ദുറഹ്മാൻ ശത്രുപക്ഷത്തായിട്ട് ബദറിലൊക്കെ ശത്രുപക്ഷത്ത് പോരാടിയ ആളാണ് അബ്ദുറഹ്മാനും ആയിഷ. പിന്നെ ഉമ്മു റൂമാൻ എന്ന രണ്ടാമത്തെ ഭാര്യ ഹിജ്റ 6-ാം വർഷത്തിൽ മദീനയിൽ വെച്ചാണ് വഫാത്ത്. അടുത്ത ഭാര്യയാണ് മൂന്നാമത്തെ ഭാര്യ അസ്മാ ബിന്തു ഉമൈസ്. അസ്മാ ബിന്തു ഉമൈസ് അത് നമ്മൾ നോട്ടിൽ വെക്കേണ്ട ഒരു സഹാബി വരെയാണ്. കാരണം 3 സഹാബി പ്രമുഖരുടെ ഭാര്യ ആവാൻ ഭാഗ്യം സിദ്ധിച്ച സഹാബി വരെയാണ് അസ്മാ ബിന്തു ഉമൈസ്. അസ്മാ ബിന്തു ഉമൈസിനെ ആദ്യം വിവാഹം കഴിച്ചത് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആരാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ്? അലി റളിയല്ലാഹു അൻഹുവിന്റെ ജ്യേഷ്ഠൻ. മൂത്താപ്പ റസൂലിന്റെ മൂത്താപ്പ അബൂ ത്വാലിബിന്റെ മൂന്നാമത്തെ മകൻ. ഒന്നാമത്തെയാണ് ത്വാലിബ്. ത്വാലിബ് ഉണ്ടായി 10 വർഷം കഴിഞ്ഞാണ് അവസാന കാലത്ത് ഇസ്ലാം സ്വീകരിച്ചു. അബൂ ത്വാലിബിന്റെ മൂത്ത മകൻ ത്വാലിബ് ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള കാര്യത്തിൽ അജ്ഞാതമാണ്. കാരണം അദ്ദേഹം യൗവനത്തിൽ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ നുബുവത്തിന് മുമ്പ് മരണപ്പെട്ടതാണോ എന്നുള്ള അജ്ഞാതമാണ് അദ്ദേഹത്തിന്റെ കാര്യം. ഈ ഉഖൈൽ സന്തോഷത്തുണ്ടായിരുന്നു ബദറിലൊക്കെ. ത്വാലിബിന്റെ അബൂ ത്വാലിബിന്റെ രണ്ടാമത്തെ മകൻ ഉഖൈൽ കടകാരനെ എന്നിട്ട് അബ്ബാസാണ് പണം കൊടുത്ത് കൊടുത്തത്. ഉഖൈൽ തരുന്നതേ കാശുണ്ടായിരുന്നു. ഉഖൈൽ ഉണ്ടായി 10 വർഷം കഴിഞ്ഞുണ്ടായ ആളാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ്. ജഅഫർ ഉണ്ടായി 10 വർഷം കഴിഞ്ഞാണ് അബൂ ത്വാലിബിന്റെ നാലാമത്തെയും ഏറ്റവും ഇളയ കുട്ടിയുമായ അലി റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ ജഅഫർ ഇബ്നു അബീ ത്വാലിബാണ് അലി റളിയല്ലാഹുവിന്റെ ജ്യേഷ്ഠൻ ജഅഫറാണ് ആദ്യം അസ്മയെ കല്യാണം കഴിച്ചത്. അതിൽ കൂടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം മുഅ്ത യുദ്ധം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റോമിനെതിരെ ആദ്യമായി നടത്തിയ യുദ്ധമാണ് മുഅ്ത യുദ്ധം. ഈ മുഅ്ത യുദ്ധത്തിൽ 3 പ്രധാനപ്പെട്ട സേനാനികൾ കൊല്ലപ്പെടുന്നുണ്ട്. അതിലൊരാളാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ജഅഫർ തയ്യാർ. 2 ജഅഫർ റളിയല്ലാഹുവിന്റെ
ധാരാളം വെട്ടുകൾ ഏറ്റുവാങ്ങി കൊടി പിടിച്ചിരുന്ന ജാഫർമാനാണ്. കൈയേറ്റ് വീണു, ഇടത്തെ കൈയിലേക്ക് മാറി, ഇടത്തെ കൈ വെട്ടി വീഴ്ത്തി, ശേഷിച്ചതുകൊണ്ട് പിന്നെ കൊടി വീഴാതെ മുറുക്കി പിടിച്ചു. അങ്ങനെ 2 ചിറകുകൾ അള്ളാഹു നൽകി ആകാശത്തേക്ക് പറന്നു വരുന്നത് ഞാൻ കാണുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു അസ്മ. അങ്ങനെ അസ്മ ജാഫർ ഖാൻ ഷഹീദായപ്പോൾ വിധവയായ അസ്മയെ 2ാം വിവാഹം കഴിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൽ തന്നെ ഒരു കുഞ്ഞുണ്ട്, മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് ബിൻ അബീ ബക്കർ. അബൂബക്കർ വഫാത്തായി കഴിഞ്ഞപ്പോൾ കുഞ്ഞു മുഹമ്മദിനെ ഈ അസ്മ വീണ്ടും വിധവയായി. അസ്മയെ 3ാമത് കല്യാണം കഴിച്ചാലാണ് അലി റളിയല്ലാഹു അൻഹു. അതിലും കുഞ്ഞുങ്ങളുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായി. അങ്ങനെ മുഹമ്മദ് ബിൻ അബീ ബക്കർ യതീമായപ്പോൾ ചെറുപ്പം മുതൽ തന്നെ മുഹമ്മദിനെ എടുത്തു വളർത്തുപ്പ എന്ന് പറയുന്നത് അലി റളിയല്ലാഹു അൻഹു നമുക്ക് മനസ്സിലാക്കും. ഷിയാക്കൾ പറയുന്നത് അലിയും അബൂബക്കർ സിദ്ദീഖും തമ്മിലൊക്കെ ഭയങ്കര ശത്രുതയായിരുന്നു. ഖിലാഫത്ത് തട്ടിയെടുക്കുകയാണ് ചെയ്തത്. അബൂബക്കർ ഉമറെല്ലാം എന്നൊക്കെ പറയാം. ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെയുള്ള വാദങ്ങൾക്കൊന്നും ഒരു തെളിവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അങ്ങനെ വിദ്വേഷമുള്ള ആളായിരുന്നു അബൂബക്കറും അലിയും തമ്മിലെങ്കിൽ ഇങ്ങനെയാണ് മകനെടുത്ത് വളർത്തില്ല. വേറെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അതിലേക്ക് പറയും. അതായത് അസ്മാ ബിൻത് ഉമൈസ്. 2 ഖലീഫമാരുടെയും പ്രസിദ്ധനായ ഒരു സഹാബിയുടെയും ഭാര്യയായിരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച സഹാബിയാണ് അസ്മാ ബിൻത് ഉമൈസ്. ആദ്യം ജഅഫർ അബീ ത്വാലിബ്, പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നെ അലി റളിയല്ലാഹു അൻഹു. ജ്യേഷ്ഠന്റെ ഭാര്യയെ 3ാമത് വിവാഹം കഴിച്ചു. 4ാമത്തെ ഭാര്യയാണ് ഹബീബ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ച ആദ്യത്തെ 3 സ്ത്രീകളും ഖുറൈശി വനിതകളായിരുന്നു. ഖുറൈശി ഗോത്രക്കാർ. ഇവിടെ ഹബീബ ബിൻത് ഖാരിജ റളിയല്ലാഹു അൻഹ ഖസ്റജ് ഗോത്രക്കാരിയാണ്. അൻസാരിയ സഹാബിയായിരുന്നു ഹബീബ ബിൻത് ഖാരിജ. ഹബീബ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ ഭാര്യയായിട്ടുണ്ടായിരുന്നത് അടുത്തുണ്ടായിരുന്നത് ശുശ്രൂഷയൊക്കെ ഈ ഹബീബയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ ഹബീബ ഗർഭിണിയായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷമാണ് ഹബീബയിലെ പെൺകുഞ്ഞ് ജനിച്ചത്. ഉമ്മു കുൽസൂം എന്ന പേര്. തനിക്ക് ജനിക്കാൻ പോകുന്നത് പെൺകുഞ്ഞായിരിക്കും എന്ന പേരിൽ ആയിഷ ബീവിയോട് പറയുന്നുണ്ട്, എനിക്ക് മോളുണ്ടാവും, ആ മോളെ നീ നല്ലപോലെ നോക്കണം, അവൾക്ക് നീ ഉമ്മു കുൽസൂം എന്ന് പേരിടുമ്പോൾ ആയിഷ ബീവി ചോദിച്ചിട്ടുണ്ട്, വാപ്പ ഗർഭത്തിലാണല്ലോ, എങ്ങനെയാണ് അത് പെൺകുഞ്ഞാന്ന് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞ ചരിത്രമൊക്കെ കാണാൻ കഴിയും. അപ്പൊ ഉമ്മു കുൽസൂം. അപ്പോ 3 ആൺമക്കൾ. ആരൊക്കെയാ? മൂത്തപുത്രൻ അബ്ദുള്ള, അബ്ദുറഹ്മാൻ, പിന്നെ മുഹമ്മദ്. 3 പേരാണ്. പെൺകുട്ടികൾ അസ്മ, ആയിഷ, പിന്നെ വളരെ ചെറിയ കുഞ്ഞായിരുന്ന ഉമ്മു കുൽസൂം. ഉമ്മു കുൽസൂമിനെ പിന്നെ നോക്കിയതൊക്കെ ആയിഷ ബീവിയാണെന്ന് ചരിത്രത്തിൽ കാണും. ഇത്രയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഫാമിലി ലൈഫ്. 4 ഭാര്യമാർ, 3 ആൺമക്കൾ, 3 പെൺമക്കൾ. ഇതൊരു പക്ഷെ നമ്മൾ സാധാരണ ഇവിടെ ഡിസ്കസ് ചെയ്യാറില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജാഹിലിയ്യ കാലം നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹം അന്നത്തെ ജാഹിലിയ്യ ആഭാസങ്ങളായിരുന്ന ബിംബാരാധന, മദ്യപാനം, യുദ്ധ വെറി, അടിപിടി, അവിഹിതങ്ങൾ, വ്യഭിചാരം, ഇതിലൊന്നും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഹനീഫായിരുന്നു, ഋജുമാനസനായിരുന്നു. എന്ന് പറഞ്ഞാൽ അത്തരം അശ്ലീലതയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്ന ഒരു പ്രകൃതമായിരുന്നു അബൂബക്കർ സിദ്ദീഖ്. ഹുനഫാവുകൾ എന്നാണ് അവർ അറിയപ്പെടുന്നത്. പറഞ്ഞാൽ ജാഹിലിയ്യക്കാർ മൊത്തം ബൗദ്ധ വിശ്വാസികളായിരുന്നെങ്കിലും ചില ന്യൂനപക്ഷം ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ഇതൊന്നും ശരിയല്ല, ഈ ബിംബങ്ങളെ ആരാധിക്കുന്നതൊന്നും ശരിയല്ല, ഇതല്ല ശരിക്കും ഇബ്രാഹിമിന്റെ ദീൻ, ഏതാണെന്ന് അവർക്കറിയില്ല, പക്ഷെ ഇത് ശരിയല്ല എന്നറിയാം. അങ്ങനെ പലരും ക്രിസ്ത്യാനികളായിട്ടുണ്ട്, പിന്നെ അതിൽ തിരിച്ചു വന്നവരുണ്ട്, വിഗ്രഹാരാധനയെ വെറുതെ ജീവിച്ച കുറെ പേര്. അവരെയൊക്കെ ഹുനഫാവുകൾ എന്നാണ് പിൽക്കാലത്ത് വിളിച്ചിരുന്നത്. ഈ ഹുനഫാവുകൾ അബൂബക്കർ സിദ്ദീഖിന്റെ യൗവനകാലത്ത് യുവാവായിരിക്കുമ്പോൾ ഈ ഹുനഫാവുകളുടെ സംസാരങ്ങൾ അദ്ദേഹത്തെ ഭയങ്കരമായി സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും ഒരു വിഗ്രഹങ്ങൾക്ക് വേണ്ടി തലവച്ചിട്ടില്ല. വാപ്പ അബൂബക്കർ നോക്കുമ്പോൾ അബൂബക്കർ വിഗ്രഹ ദൈവങ്ങൾ ആരാധിക്കുന്നില്ല. അപ്പം ഒരു ദിവസം കാണാം, ജാഹിലിയ്യക്കാലത്ത് അതിനെ കുറിച്ച് അധികം നമുക്ക് അറിയില്ല, അറിയാവുന്ന ഒരു സംഭവമാണ്. മകൻ അബൂബക്കറിന്റെ കൈ പിടിച്ചോളൂ, വിഗ്രഹത്തിന് നിന്നിട്ട് നിനക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിക്കാൻ പറ്റും. ബനു തൈം എന്നാണ് അബൂബക്കർ സിദ്ദീഖിന്റെ ഗോത്രത്തിന്റെ. അപ്പൊ
ഇവരുടെ കുബില എന്ന വിഗ്രഹമായിരുന്നു. നിനക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിക്കാൻ പറഞ്ഞു. മകൻ വിഗ്രഹങ്ങളുടെ മുമ്പിൽ കുമ്പിടുന്നുണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ വാപ്പയുടെ മുമ്പിൽ വെച്ച് തന്നെ യുവാവായ അബൂബക്കർ പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, ഭക്ഷണം തരും എന്ന് മറുപടി. ഞാൻ നഗ്നനാണ്, എനിക്ക് വസ്ത്രങ്ങളില്ല, എനിക്ക് വസ്ത്രം തരും. അപ്പോഴും മറുപടി എങ്ങനെ നമ്മുടെ ആവശ്യങ്ങളൊന്നും വിളിച്ചാൽ കേൾക്കാത്ത, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത ഇതിനോട് ഞാൻ എന്തിനാണ് ചോദിക്കുന്നത് എന്ന് അബൂ ഖുഹാഫയുടെ മുമ്പിൽ വെച്ച് തന്നെ ചോദിച്ചിട്ട് ഒരു വലിയ കല്ലെടുത്ത് ആ വിഗ്രഹത്തിന്റെ നെറുകയിലെറിഞ്ഞു എന്നതാണ്. ആ വിഗ്രഹം പോയി തലകുത്തി വീണു. പിന്നെ അബൂ ഖുഹാഫ അങ്ങനെ ഒരു സാഹചര്യത്തിന് മുതിർന്നിട്ടില്ല എന്ന ചരിത്രം കാണാൻ കഴിയും. അതായിരുന്നു അബൂബക്കർ സിദ്ദീഖ് ആദ്യമായും അവസാനമായി ഒരു വിഗ്രഹത്തിന് മുമ്പിൽ നിന്ന നിമിഷം. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് ഇസ്ലാം സ്വീകരണം ഒറ്റയടിക്കായിരുന്നില്ല. നമ്മൾ പറഞ്ഞല്ലോ, പല ഹുനഫാകളുടെയും സംസാരം അദ്ദേഹത്തെ ഭയങ്കരമായി സ്വാധീനിച്ചു. അതിൽ ഈ അത്തരം ഹുനഫ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ജാഹിലിയ്യ കാലത്ത് നുബൂവത്തിന് മുമ്പ് വിഗ്രഹാരാധന അല്ല ശരി ഇബ്രാഹിമി ദീൻ എന്ന് മനസ്സിലാക്കി, എന്നാൽ ശരിയായ വഴി ഏതാണെന്ന് മനസ്സിലാക്കാതെ തൗറാത്ത് പഠിച്ചിട്ടും ഇഞ്ചീൽ പഠിച്ചിട്ടും അതൊന്നും അല്ലാതെയും ഒക്കെ മാറിയിട്ട് വിഗ്രഹാരാധന അങ്ങനെയുള്ള ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അവരൊരു സംഘടിത ശക്തിയൊന്നും ആയിരുന്നില്ല, എന്നാൽ അവർ സമാന മനസ്സിലായത് പലപ്പോഴും കൂടുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ, മറ്റൊരാളാണ് ഉമയ്യത്ത് ബിൻ അബി സൽത്. ഇവര് തമ്മിലുള്ള സംഭാഷണം ഒരിക്കൽ കാഴ്ചകളെ മുന്നിൽ വെച്ച് കേൾക്കുകയാണ് യുവാവായ. അപ്പൊ അവർ പറയുന്നത് എന്താണെന്നറിയോ, ഇഞ്ചിയിലും തൗറാത്തിലും ഒക്കെ പ്രവചിക്കുന്ന പ്രവാചകൻ എവിടെയാണ് വരിക? അപ്പൊ സഖീഫുകാരനായിരുന്നു, ത്വായിഫുകാരനായിരുന്നു ഈ ഉമയ്യ, ഖുറൈശിയായിരുന്നു സയ്യിദ് ബിൻ അംർ. പറയാണ് ഖുറൈശികളാണോ ബനൂ സഖീഫ് ഗോത്രമാണോ മികച്ചത്? ഖുറൈശികൾ തന്നെ. അപ്പൊ ഏറ്റവും മികച്ച ഗോത്രത്തിൽ നിന്നായിരിക്കും ഒരു പ്രവാചകൻ വരാൻ പോകുന്നത്. അപ്പൊ ഞങ്ങളിൽ നിന്നായിരിക്കും ഒരു പ്രവാചകൻ വരിക, നബി വരാൻ പോകുന്നത് എന്നൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത്. എന്തുകൊണ്ട് ഞങ്ങളിൽ നിന്ന് വന്നൂടാ? ത്വായിഫിലുള്ള ബനൂ സഖീഫ് ഗോത്രത്തിലുള്ള മറ്റാൾ ചോദിക്കാൻ, ഇദ്ദേഹം ചോദിക്കണം മൻ നബി? അബൂബക്കർ സിദ്ദീഖ് ചോദിക്കുന്നത് ആരാ നബി എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോ ഇത് ചോദിക്കുന്നത് വറഖത്ത് ബിൻ നൗഫലിനോട്. ആരാ വറഖത്ത് ബിൻ നൗഫൽ? അറിയാലോ, പിന്നെ ആഴ്ചകളോളം മാസങ്ങളോളം യഥാർത്ഥയിൽ പോയിരിക്കും. ഒരു ദിവസം രാത്രി എന്തോ പേടിച്ച് പനി പിടിച്ച് ആകെ പ്രശ്നമായിട്ട് റസൂൽ വന്നു, ഖദീജ എടുത്തു വന്നു. ഖദീജക്ക് എന്ത് ചെയ്തു? നല്ലൊരു കൗൺസിലിംഗ് കൊടുത്തു, അല്ലേ? നമ്മളൊക്കെയാണ് എന്താ പറയാ, ഇയാളുടെ ഞാൻ അത്രയൊക്കെ പറയുന്നത് ഇങ്ങനെ ഈ പറമ്പിലും മലമുകളിൽ പോയിരിക്കുന്നത് എന്തോ കണ്ട് പേടിച്ചു വന്നിരിക്കുകയാണ്, കണക്കായി പോയി എന്നാണോ പറഞ്ഞത്? അല്ല, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ സഹോദരന്മാർ ഇസ്ലാമിക മാർഗത്തിൽ പണിയെടുക്കുമ്പോൾ പല പ്രയാസങ്ങളും പല പ്രതിസന്ധികളും നേരിടും. അപ്പൊ കുറ്റപ്പെടുത്തല്ല വേണ്ടത്, ഒപ്പം നിൽക്കുകയാണ് വേണ്ടത്. ഖദീജയെ പോലെ എന്നിട്ട് ഖദീജ ബീവി തന്റെ ഫസ്റ്റ് എയ്ഡ് കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ പ്രാഥമികമായ കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടല്ല വേണ്ട കുറച്ചുകൂടെ എക്സ്പെർട്ട് ആയിട്ടുള്ള വാർത്തകളിലേക്ക് കൊണ്ടുപോയി. സംഭവങ്ങളൊക്കെ അറിയാലോ. ഈ വാർത്തയോട് ഈ ഖദീജയുടെ ബന്ധു കൂടിയാണ് വറഖ. ഈ വറഖയോട് അബൂബക്കർ ചോദിക്കുന്നുണ്ട്, മൻ നബി? ആരാണ് ഈ നബി എന്ന് പറഞ്ഞത്? അപ്പോ വറഖ പറഞ്ഞു കൊടുക്കുന്നത്, അള്ളാഹുവിൽ നിന്നും ആകാശ ലോകത്തിൽ നിന്നും മാലാഖമാരിലൂടെ അള്ളാഹു സന്ദേശങ്ങൾ കൈമാറാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ആളാണ് നബി എന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. നബി എന്നതൊക്കെ ഏകദേശം ഒരു ധാരണ ആർക്കുണ്ട്? അബൂബക്കർ സിദ്ദീഖിന്റെ ആർക്കില്ല, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല. ചോദിക്കൂ, ഇതെന്തായി സംഭവിച്ചത്, എന്താ എനിക്ക് പറ്റിയത് എന്ന് ചോദിക്കില്ലല്ലോ. പിന്നെ വാർത്ത പറയുമ്പോഴാണ് ഞാൻ നബിയെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതൊക്കെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാകുന്നത്. അപ്പൊ നബി ആരാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു അവ്യക്തമായ അല്ലെങ്കിൽ ഏകദേശ ധാരണ അബൂബക്കർ സിദ്ദീഖിന് ആദ്യമുണ്ട്. പിന്നെ അങ്ങനെ എന്നിട്ട് പറയുന്നത് അന്നബിയു ലാ യദ്ലിമു വലാ യുദ്ലമു വലാ യുദാലിമു. വറഖ പറഞ്ഞു കൊടുക്കുകയാണ് അബൂബക്കർ. ലാ യദ്ലിമു, അദ്ദേഹം ഒരിക്കലും അക്രമം കാണിക്കില്ല. വലാ യുദ്ലമു, അദ്ദേഹം ആക്രമിക്കപ്പെടുകയില്ല. അതായത് എപ്പോഴും അക്രമത്തിന് വിധേയനായി ജീവിച്ചു മരിക്കുന്ന ഒരാളായിരിക്കില്ല നബി. പറഞ്ഞ ആക്രമിക്കപ്പെടില്ല എന്ന് പറയുമ്പോൾ അർത്ഥം മനസ്സിലാക്കേണ്ടത് എപ്പോഴും ദുൽമിന്റെ കീഴിൽ നിൽക്കുന്ന ആളല്ല. ഒരിക്കലും അതിജീവിക്കും, എപ്പോഴും അക്രമത്തിന് കീഴിലായിരിക്കില്ല എന്നത്. പരസ്പരം അക്രമത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവരായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോ പിന്നീട് അബൂബക്കർ സിദ്ദീഖ് കച്ചവടക്കാരനാണ്. അദ്ദേഹം അത്യാവശ്യം ഏറ്റവും ടോപ്പ് കച്ചവടക്കാരനൊന്നുമല്ല. മക്കയിലെ യൂസുഫ് അലിമാർ 5 പേരായിരുന്നു. അത് ഒരു മീഡിയം ലെവൽ സമ്പന്നനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ക്യാപിറ്റലായിട്ട് പറയുന്നത് 40,000 വെള്ളി നാണയങ്ങൾ എന്നാണ് കാണുന്നത്. ഇസ്ലാം സ്വീകരിക്കുന്ന തൊട്ടുമുള്ള അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ്. എന്തായാലും അദ്ദേഹം കച്ചവടത്തിന് ഷാമിലേക്ക്
ദമാസ്കസിലേക്ക് പോകുന്ന വഴിയിൽ അദ്ദേഹം വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു. ചന്ദ്രൻ അദ്ദേഹങ്ങളുടെ സ്വപ്നം താൻ കഅബയുടെ മുറ്റത്തിങ്ങനെ ഇരിക്കുകയാണ്, കഅബയുടെ മുറ്റത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ ആകാശത്ത് പൂർണ്ണ ചന്ദ്രൻ ഇങ്ങനെ തിളങ്ങുന്നു. ഈ ചന്ദ്രൻ അത് പല കഷ്ണങ്ങളായി മാറിയിട്ട് മക്കയിലെ വീടുകളിലൊക്കെ അത് പ്രവേശിച്ചു. അതിന്റെ പ്രകാശമെത്തി ആ കഷ്ണങ്ങൾ വീണു. എന്നിട്ട് വീണ്ടും അത് ഈ കഷ്ണങ്ങളെല്ലാം കൂടിച്ചേർന്നിട്ട് തന്റെ മടിയിൽ വന്നു നിന്നു. ഇത് 3 തവണ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ സ്വപ്നം കാണുന്നു. അപ്പോ അവിടെ ഉണ്ടായിരുന്ന ഷാമിലുണ്ടായിരുന്ന സിറിയയിലുണ്ടായിരുന്ന ഒരു ക്രൈസ്തവ പുരോഹിതനോട് അദ്ദേഹം സ്വപ്ന വ്യാഖ്യാനം നൽകുന്നുണ്ട്. അപ്പോ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വരാറായി. ഈ പുരോഹിതൻ മറുപടി പറയുന്നു, വരാറായി. എന്തു വരാറായി? ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രവാചകൻ. ഈ പുരോഹിതൻ, ക്രൈസ്തവ പുരോഹിതൻ പറയുന്നു, മാത്രമല്ല അബൂബക്കർ, താങ്കൾ അദ്ദേഹത്തെ വിശ്വസിക്കും, അദ്ദേഹത്തിന്റെ വിശ്വസ്ത അനുയായിയായി തീരും, അതുവഴി താങ്കൾ മനുഷ്യരിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യവാനായി തീരും. അപ്പൊ ഇത് കേട്ടപ്പോൾ ഭയങ്കര ആഹ്ലാദത്തോടെ മടങ്ങാണ്. അപ്പൊ ഇതൊക്കെ കൂട്ടി വായിക്കാണ്. നേരത്തെ പടഫാവിൽപ്പെട്ട ആളുകൾ സംസാരിച്ചത്, വാക്ക പറഞ്ഞത്, അപ്പൊ മക്കയിൽ തന്നെ ആരായിരിക്കും എന്നതാണ് അദ്ദേഹത്തിന്റെ ആകാംക്ഷ. വരുന്ന വഴിക്കൊക്കെ പലരോട് ചോദിക്കുന്നത്, മക്കയിൽ എന്തെങ്കിലും സംഭവിച്ചു? ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. അറിയില്ലല്ലോ, വളരെ രഹസ്യമായി സംഭവിച്ച കാര്യമാണല്ലോ ജിബ്രീൽ ഇസ്ലാം വന്നത്. ആകെ അറിയാവുന്നത് റസൂലും ഖദീജ ബീവിക്കും ആ വീട്ടിലുണ്ടായിരുന്ന മകളെ സൈനബിനും റുഖിയയ്ക്കും അലിക്കും വറഖത്തുൽ നൗഫൽ, അങ്ങനെ കുറച്ചുപേർക്ക് അറിയാവും. റസൂലും അബൂബക്കറും തമ്മിൽ ജാഹിലിയ്യക്കാലത്ത് തന്നെ സൗഹൃദമായിരുന്നു. അങ്ങനെ അബൂബക്കർ എത്തുമ്പോഴേക്കും മുഹമ്മദ് വരുന്നു, സംഭവങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നു. കാരണം പ്രവാചകനാകാൻ വേണ്ട സകല ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഉത്തമ സുഹൃത്താണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. അപ്പൊ ഒരു നിമിഷം പോലും സംശയിക്കാതെ അള്ളാഹുവിന്റെ റസൂലിനെ വിശ്വസിച്ച വ്യക്തിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നാണ് മനസ്സിലാക്കാൻ. ഇസ്ലാം സ്വീകരണം കേരളം നമ്മൾ കൂടുതൽ കേട്ട ഭാഗങ്ങൾ ഞാൻ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്ത് ഉജ്ജ്വലമായിരുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ തന്നെ ഒരു ഉജ്ജ്വലമായ ദാഇയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രമുഖരായ പല സഹാബികളും ഇസ്ലാമിലേക്ക് വന്നു. ഉദാഹരണത്തിന് നമുക്കറിയാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന സഹാബി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അശ്റഫുൽ മുബശ്ശറയിൽപ്പെട്ട 6 സഹാബികൾ. അശ്റഫുൽ മുബശ്ശറയിൽപ്പെട്ട സഹാബികൾ ആരൊക്കെയാണ്? 1 അബൂബക്കർ. സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികൾ. 1 അബൂബക്കർ, 2 ഉമർ, 3 ഉസ്മാൻ, 4 അലി, 5 ത്വൽഹ ഇബ്നു ഉബൈദില്ല. അബൂബക്കർ സിദ്ദീഖിന്റെ അതേ ഗോത്രക്കാരനാണ്, തൈം ഗോത്രക്കാരനാണ് ത്വൽഹ. പിന്നെ ത്വൽഹയുടെ ഉത്തമ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ സുബൈർ ഇബ്നു അവ്വാം, പിന്നെ സഅദ് ഇബ്നു അബി വഖാസ്, സഈദ് ഇബ്നു സെയ്ദ്, അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ്. ഇവരെല്ലാം ഇസ്ലാമിലേക്ക് വന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. പിന്നെ അതുകൂടാതെ നമുക്കറിയാലോ ബിലാൽ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭൃത്യനായിരുന്ന ആമിർ ഇബ്നു ഫുഹൈറ, ഇവരൊക്കെ ഇസ്ലാമിലേക്ക് വന്നത് അദ്ദേഹം വഴിയാണ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു, അതുപോലെ അർഖം ഇബ്നു അബിൽ അർഖം, ദാറുൽ ആൾ അർഖം ഇബ്നു അബിൽ അർഖം റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ആദ്യം ഇസ്ലാം സ്വീകരിച്ചവരാണ്. ഇവരൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഴി ഇസ്ലാമിലേക്ക് വന്നതാണ് മനസ്സിലാക്കി. ആമിർ ഇബ്നു ഫുഹൈറ അദ്ദേഹം നിരന്തരം. മറ്റൊന്ന്, ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന് ഇൽമുൻ നസബ്, വംശാവലി വിജ്ഞാനി, വംശാവലി, അറബി ഗോത്രങ്ങൾ ഓരോരുത്തരുടെയും വംശാവലി വളരെ നന്നായി അറിയാവുന്ന വ്യക്തിമാര്. അപ്പോൾ ഓരോ ഗോത്രത്തിന്റെയും കാരണവന്മാർ ആരൊക്കെ, ആ ഗോത്രങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവർ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റേ ഗോത്രം എന്തെല്ലാം വിഷയങ്ങളാണ് വ്യത്യസ്തമായി നിൽക്കുന്നത്, ഇതെല്ലാം കൃത്യമായി അറിയാവുന്ന, പൾസ് അറിയാവുന്ന ആളായിരുന്നു. അതുകൊണ്ട് ഓരോ ഗോത്രങ്ങളെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോകുമ്പോൾ കൂടെ കൊണ്ടുവരുന്ന ആരെയാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. പോകുന്ന വഴിക്ക് അബൂബക്കർ ചോദിക്കും, താനിപ്പോൾ അഡ്രസ് ചെയ്യാൻ പോകുന്ന ഗോത്രത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവരുടെ ചരിത്രം എന്താണ്, അവരിലെ പ്രധാനപ്പെട്ട കവികൾ ആരൊക്കെയാണ്, ആരൊക്കെയാണ് ഗോത്ര നേതാക്കൾ, അവർ അഭിമാനം കൊള്ളുന്ന അവരുടെ ഗോത്രത്തിലെ പ്രധാനപ്പെട്ട മരിച്ചുപോയ ആളുകൾ ആരൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായിരുന്നു. ഇതൊക്കെ അബൂബക്കർ സിദ്ദീഖിൽ നിന്നായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയത്. ഗോത്രവിജ്ഞാനിയും വംശാവലി ശാസ്ത്രം അബൂബക്കർ ഒരാളെ കാണുമ്പോൾ തന്നെ അദ്ദേഹം ഇന്ന ഗോത്രത്തിൽപ്പെട്ട ആളാണ് എന്ന് പിന്നെ അബൂബക്കർ സിദ്ദീഖ് പറയുമായിരുന്നു. അത്രമാത്രം ആളുകളെ ജനങ്ങളെ കുറിച്ച് നന്നായി കാഴ്ചപ്പാടുള്ള ആളും ജനങ്ങൾക്കിടയിൽ അബൂബക്കർ സിദ്ദീഖും സുപരിചിതനായിരുന്നു. അപ്പോ അതാണ്
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ മഹത്വം, അദ്ദേഹത്തിന്റെ മികവുകൾ എന്തൊക്കെയാണ് നമുക്ക് പരിശോധിച്ചു. ഒന്ന് അദ്ദേഹത്തിന്റെ പ്രകൃതം. അബൂബക്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു രൂപം കാണുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, എന്റെ വാപ്പ മെലിഞ്ഞ് നീളമുള്ള ഒരു മനുഷ്യനായിരുന്നു, വെളുത്ത നിറമായിരുന്നു, അതുപോലെ കുഴിഞ്ഞ കണ്ണുകൾ, പൊട്ടിയ കവിളുകൾ, മുൻപോട്ട് അല്പം മുന്തിയ നെറ്റി, നേർത്ത കവിൾത്താടി, മുഖത്ത് സദാ നല്ല ഗാംഭീര്യം, പക്ഷേ സൗമ്യശീലൻ, സൗമ്യ പ്രകൃതൻ, സംസാരമൊക്കെ ഒരു മിതമായ ശബ്ദത്തിൽ, ഗാംഭീര്യം സൂചിക്കുന്ന മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഇങ്ങനെ വിരിഞ്ഞു നിന്നിരുന്നു. സംസാരിക്കുന്നവർക്കൊക്കെ ഇടപഴകുന്നവർക്കൊക്കെ അദ്ദേഹത്തോട് പ്രത്യേക ആകർഷണമായിരുന്നു. ശാന്തൻ, പൊതുവെ അതായത് ഒരു അടിസ്ഥാന ഭാവം, ഒരു ശാന്ത പ്രകൃതം, അതായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നമുക്കറിയാം, ശത്രുക്കളുടെ പീഡനം വർദ്ധിച്ചപ്പോൾ അബൂസീനിയയിലേക്ക് പലായനം ചെയ്യാൻ സഹാബികളോട് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എങ്ങോട്ടെങ്കിലും പോയി, അബൂസീനിയയിലേക്കല്ല, അദ്ദേഹം യാത്ര പുറപ്പെട്ടു. അവരടുത്ത് ഇബ്നു ദഗ്ന എന്ന് പറയുന്ന ചരിത്രമാണ്. ചോദിക്കാണ്, താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ പറയാണ്, അള്ളാഹുവിന്റെ ഭൂമിയിൽ സ്വതന്ത്രമായ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ പറ്റുന്ന സ്ഥലം എവിടെയാണോ അങ്ങോട്ട് ലക്ഷ്യം വെച്ചിറങ്ങിയാണ് ഞാൻ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നു അബൂസീനിയ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഒരുപക്ഷെ അബൂസീനിയയിലെക്കാളും മറ്റെവിടെയെങ്കിലും മുസ്ലിങ്ങളാണ് പോയത്. അപ്പോൾ പറയുന്നുണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. താങ്കളെ പോലെ ഒരാൾ ഒരിക്കലും സ്വയം പുറത്തു പോകാൻ പാടില്ല, പുറത്താക്കപ്പെടാനും പാടില്ല. കാരണം എന്താ? താങ്കൾ അശരണർക്ക് സഹായം ചെയ്യും. ഈ വിരുദ്ധന മുശ്രിക്കാണ്. ഈ മക്കയുടെ സമീപത്ത് താമസിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഗോത്രത്തിലെ ഒരു ഗോത്ര പ്രമുഖനാണ് ഖാറ ഗോത്രം. അവരുടെ ഗോത്രത്തിലെ പ്രമുഖനാണ് ഈ വിരുദ്ധന. അദ്ദേഹം പറയാണ് മുസ്ലിങ്ങളോട്, താങ്കൾ പോകാൻ പാടില്ല, താങ്കൾ ഒരാൾ ഒരിക്കലും നാട്ടുകാരെ പുറത്താക്കാൻ പാടില്ല താങ്കളെ പോലെയാണ്. കാരണം അന്ന് ഇന്നൊക്കെ ഫ്ലെക്സിബിൾ മഴു, താങ്കൾ അശരണർക്ക് സഹായം ചെയ്യുന്നു, ബന്ധം നിലനിർത്തുന്ന ആളാണ്, കുടുംബങ്ങൾ ചേർക്കുന്ന ആളാണ്, ദുർബലരുടെ ഭാരം ചുമക്കുന്ന ആളാണ്, അതിഥികളെ ആദരിക്കുന്ന വ്യക്തിയാണ്, നീതിക്ക് വേണ്ടിയുള്ള താല്പര്യം, നീതിക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ, ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി നിലയുറപ്പിക്കുന്ന ആളാണ്. താങ്കളെ സംരക്ഷിക്കാം. അതുകൊണ്ട് തിരിച്ചു മടങ്ങും, താങ്കൾ നാട്ടിൽ തന്നെ താങ്കളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യും. ഇതേ ഡയലോഗാണ് ഖദീജ ബീവി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാഹി ലാ യുസീക അല്ലാഹ്, പടച്ചവനാണ് അല്ലാഹു താങ്കളെ അപമാനിക്കുകയില്ല. കാരണം ഫൈനക തക്സിബുൽ മഅദൂം. ഇതേ സെന്റൻസ് ആണ് ഖദീജ ബീവി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത്. അതേ സംഗതിയാണ് കുറച്ച് വർഷങ്ങൾക്കിപ്പുറം പരസ്പരം പറഞ്ഞതിന് ശേഷം ഇബ്നുദ്ദനായി പറയുന്ന മുശ്രിക്കായ മനുഷ്യൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെയും പ്രകൃതങ്ങൾ, സ്വഭാവങ്ങൾ, സവിശേഷതകൾ തമ്മിലുള്ള ആ സാമ്യം കണ്ടില്ലേ? അവരങ്ങനെയായിരുന്നു, സമാന പ്രകൃതരാണല്ലോ, സൗഹൃദം സ്ഥാപിക്കും. അതുകൊണ്ടാണ് ജാഹിലിയ്യ കാലത്തെ ഒറ്റ സുഹൃത്തുക്കളായിരുന്നു. ഇസ്ലാമിലും അങ്ങനെ തന്നെ എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വ്യക്തിത്വത്തെ, സ്വഭാവങ്ങളെ, പെരുമാറ്റങ്ങളെ അതേപടി കോപ്പി പേസ്റ്റ് ചെയ്ത് ജീവിതത്തിൽ പകർത്തിയ ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം, NLP എന്നൊരു മനഃശാസ്ത്ര സയൻസ് കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അതിലെ ഒരു സാധനമാണ് ഈ പറഞ്ഞ ഒരാളെ അതേപടി നമ്മൾ ഫോളോ ചെയ്താൽ അയാൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന പല വിജയങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നൊരു തത്വശാസ്ത്രം, സൈക്കോളജി ഉണ്ട്, NLP. ശരിക്കും അബൂബക്കർ റളിയല്ലാഹുവിന്റെയും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വങ്ങൾ തമ്മിൽ താരതമ്യം പഠിച്ചാൽ നമുക്ക് കുറെ കൂടി ഈ വിഷയത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴലായിരുന്നു മരണം വരെയും ആരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖുർആൻ വിശേഷിപ്പിച്ചത് സ്വാഹിബ് എന്നാണ്. റസൂലിന്റെ സാഹിബ്, സഹചാരി എന്നാണ്. എപ്പോഴും എല്ലായിടത്തും എവിടെ റസൂലുണ്ടോ അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഖുർആൻ പറയുന്നത് എങ്ങനെയാണ്? സാനിയത്തിനെയും രണ്ടിൽ രണ്ടാമൻ ഹിജ്റയുടെ വേളയിൽ അവർ സൗർഗയിൽ തങ്ങിയപ്പോൾ അദ്ദേഹം തന്റെ സാഹിബിനോട് പറഞ്ഞപ്പോൾ, അപ്പോൾ സാനിയത്തിനെയും രണ്ടിൽ രണ്ടാമൻ എന്ന് ഖുർആൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശേഷിപ്പിക്കുന്നു. അതുപോലെ സാഹിബ് റസൂലില്ല, റസൂലുള്ളാഹിയുടെ സാഹിബ് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിശേഷിപ്പിക്കുന്നത് കാണാൻ കഴിയും. റസൂലുള്ളാഹിയുടെ മനോഗതം പറയണ്ട, റസൂൽ പറയണം, റസൂൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അത്രമാത്രം റസൂലുമായി ഒട്ടുന്ന വ്യക്തിയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. നിരവധി സംഭവങ്ങളുണ്ട്.
ചോദിച്ചു, എന്റെ മകളെ കല്യാണം കഴിക്കാൻ ചോദിച്ചു. അബൂബക്കർ വിസമ്മതിച്ചു, ഇല്ലാന്ന് പറഞ്ഞു. ഭയങ്കര സങ്കടമായി. പിന്നെ ഉസ്മാനെ എടുത്ത് ചോദിച്ചു, ഉസ്മാനെ ധരിച്ചു. അപ്പോൾ റസൂലിനടുത്ത് പരാതി പറയാൻ പോയിരുന്നു, എന്റെ മകളെ ഞാൻ അബൂബക്കറും ഉസ്മാൻ ആലോചിച്ചു. അവർ രണ്ടാളും ധരിച്ചു. അവരെക്കാൾ ഉത്തമരായ ഒരാളെ താങ്കളുടെ മകൾ കിട്ടിയേക്കും റസൂൽ പറയാണ്. അബൂബക്കറിനേക്കാളും ഉമറിനേക്കാളും ഇനി എനിക്ക് ഉസ്മാനേക്കാളും ഇനി ആരാ ഉത്തമം എനിക്ക് അറിയുന്നില്ല. പിന്നെയാണ് അഫ്സറാന്റെ വിവാഹം നടന്നു, കല്യാണം കഴിച്ചു കൊടുത്തത്. ഈ കല്യാണം കഴിഞ്ഞു കഴിയുമ്പോ അബൂബക്കർ ഉമർ ഖത്താബിനെ വിളിച്ച് പറയുന്നുണ്ട്, ഉമറെ താങ്കളുടെ വിവാഹം തീർത്തത് ഞാൻ നിരസിച്ചപ്പോൾ താങ്കൾക്ക് വിഷമം തോന്നിയില്ലേ? ആ വിഷമം തോന്നി. മണ്ടപ്പെടുന്നത് അങ്ങനെയാണോ? ഉള്ളതുപോലെ പറയും. താങ്കൾ മനസ്സിലാക്കാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ വിസമ്മതിച്ചത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ താങ്കളുടെ വിവാഹത്തിന് ഒരിക്കലും നിരസിക്കുമായിരുന്നില്ല. റസൂൽ പറഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയെടുത്താണ്. പിന്നെ റസൂല് രഹസ്യമാക്കി വെച്ചൊരു കാര്യം പരസ്യപ്പെടുത്താൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ആഗ്രഹിച്ചു. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി റസൂലുള്ളാഹിയുടെ ദൗത്യം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്, മിഷനറി സക്സസ് ആയിട്ടുണ്ട്. ഇനി അള്ളാഹുവിലേക്ക് യാത്രയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വേർപിരിയാൻ സമയമെടുത്തു കൊണ്ടിരിക്കുന്നത് പറഞ്ഞപ്പോൾ പിന്നെയാണ് സഹാബികൾക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു ആശയമുണ്ട്. അത്രമാത്രം അടുത്തു നിൽക്കുന്ന. ഇനി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ റസൂലിന്റെ മനസ്സിൽ അബൂബക്കർ സിദ്ദീഖ് ഉണ്ടായിരുന്ന സ്ഥാനം എങ്ങനെ മനസ്സിലാക്കുന്ന സംഭവം പറയാം. എപ്പോഴാണ് നമുക്ക് പറയാനുള്ളത്? തുടങ്ങും. അബൂബക്കർ ഉമർ തമ്മിൽ ഒരിക്കലും ഒരു വാക്കുകളുണ്ട്. മനുഷ്യരാണ്, സഹാബികളാണ്, മനുഷ്യരാണ്, മാനുഷികമായ ദൗർബല്യങ്ങൾ അവരെ ഒരുപാട്. ഉമർ ഖത്താബ് കണ്ടു അബൂബക്കർ സിദ്ദീഖ് അല്ല അബൂബക്കർ സിദ്ദീഖ് അല്പം അദ്ദേഹത്തിന്റെ സൗമ്യപ്പെട്ട് എന്തോ അല്പം രോഷത്തോടെ പ്രതികരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് തോന്നി അത്രയും വേണ്ടിയിരുന്നില്ല, അത്രയും ഉമറിനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അപ്പോ മാപ്പ് ചോദിച്ചു. ഉമർ ഖത്താബ് മാപ്പ് കൊടുത്തില്ല. പൊരുത്തം ചോദിച്ചിട്ട് പൊരുത്തം കൊടുത്തില്ല. അപ്പോ അബൂബക്കർ സിദ്ദീഖ് വിഷമത്തോടെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് സംഭവം ഞാൻ ഇങ്ങനെ ഒരു അവസരമുണ്ടായി, ഞാൻ പൊരുത്തം ചോദിച്ചിട്ട് എനിക്ക് ഉമർ പൊരുത്തം തന്നില്ല റസൂലെ, വിഷമത്തോടെ പറയുന്നു. അപ്പോ അബൂബക്കർ റസൂൽ പറഞ്ഞു, യാ അബൂബക്കർ ഗഫറല്ലാഹു ലക, അബൂബക്കറെ അല്ലാഹു താങ്കൾ പുറത്തു വന്നിരിക്കുന്നു. ഗഫറല്ലാഹു ലക, ഗഫറല്ലാഹു ലക, പൂർത്തവണം. അപ്പോഴാണ് അബൂബക്കർ ഏകദേശം ഒന്ന് ശാന്തനായി. അബൂബക്കർ കുറച്ചു കഴിഞ്ഞപ്പോൾ ഉമർ ഖത്താബ് മാഞ്ഞു വരും. അന്നേരം പൊരുത്തം ചോദിച്ചിട്ട് സമ്മതിക്കാത്തതിന് പിന്നീട് ഖേദം വന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഉമർ ഖത്താബിന് ഖേദം വന്നു. അതായത് അബൂബക്കർ പൊരുത്തം ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ ഉമർ ഖത്താബ് നേരെ വീട്ടിലേക്ക് പോയി. അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹം അവിടെ ഇല്ല. പിന്നെ എവിടെ കാണാമെന്ന് പറഞ്ഞറിയാം. ഉമർ നേരെ മസ്ജിദ് നബവിയിൽ എത്തിയതാണ്. അബൂബക്കർ അവിടെ ഉമർ വരുന്നത് കണ്ടപ്പോഴേ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം മട്ടുമാറി. അദ്ദേഹത്തിന്റെ മുഖത്ത് ദേഷ്യം, പിന്നെ നീരസം പ്രകടമായി. ഉമറിനുള്ള നീരസം പ്രകടമായി. ഉമറിനാകെ വിഷമം. ഉമർ പിന്നെ അവിടെ വന്നിരുന്നു. ഉമർ ഖത്താബിന് റസൂൽ മുഖം കൊടുക്കുന്നില്ല. അപ്പൊ സംഗതി ഗൗരവമാകുന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്നെ മുട്ടിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഞാനാണ് ഈ കാര്യത്തിൽ തെറ്റിയതാരൻ, ഞാനാണ് ഉമറിനെ പിന്നെ രോഷത്തോടെ പറഞ്ഞത്, ഉമറല്ല, ഞാനാണ് ഇതിൽ പ്രതി എന്ന് 2-3 തവണ പറഞ്ഞപ്പോഴാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തെ ദേഷ്യം മാറിയത് എന്നാണ്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ റസൂലായി എന്നെ അല്ലാഹു നബിയായി തിരഞ്ഞെടുത്തപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ നുണയെന്ന് വിളിച്ചു. അന്ന് അബൂബക്കർ മാത്രമാണ് എന്നെ സത്യപ്പെടുത്തിയത്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അബൂബക്കറിനെ വിഷമിപ്പിക്കുന്നു. അതിൽ പിന്നെ ഒരു സഹാബി പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുമായി അവസാനം അദ്ദേഹത്തോട് കയറി സംസാരിക്കാനോ അദ്ദേഹത്തിന് അനിഷ്ടമുണ്ടാകുന്ന ഒന്നും തങ്ങളിൽ നിന്ന് വരാതിരിക്കാൻ ശ്രദ്ധിച്ചു. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സ്ഥാനം സഹാബികൾക്കിടയിൽ എന്നാണ്. പിന്നെ റസൂൽ പിന്നെ ഞാൻ എന്റെ ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും ആത്മമിത്രമായി തെരഞ്ഞെടുക്കുമായിരുന്നെങ്കിൽ ഞാൻ അബൂബക്കർ തെരഞ്ഞെടുക്കുമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ഖലീലും നബിമാർക്ക് അങ്ങനെ ഒരു ആത്മമിത്രം ഉണ്ടാകാൻ പാടില്ല.
അബൂബക്കർ എന്റെ സഹോദരനാണ്, എന്റെ സാഹിബാണ്, എന്റെ സഹകാരിയാണ് എന്ന് പറയുക. മറ്റൊരിക്കൽ പറഞ്ഞത്, ഞാനുമായുള്ള ബന്ധത്തിൽ അബൂബക്കറിനെ പോലെ കൂടുതൽ പ്രയോജനപ്പെട്ട മറ്റൊരാളെ എനിക്കറിയില്ല. റസൂലുള്ളാഹിയുടെ സാക്ഷ്യപത്രങ്ങളാണ്, റസൂലുള്ളാഹിയുടെ സർട്ടിഫിക്കറ്റുകളാണ്. മനുഷ്യരിൽ ആരെങ്കിലും ഞാൻ ആത്മോത്തരമാക്കുമായിരുന്നെങ്കിൽ അത് അബൂബക്കറിനെയാണ്. എന്നാൽ സഹവർത്തിത്വവും സുഹ്ബത്തും ഉഖുവത്തും സാഹോദര്യവും ഈമാനുമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അല്ലാഹു അവന്റെ അടുക്കൽ ഞങ്ങളെ ഒരുമിപ്പിക്കുവോളം തുടരുകയും ചെയ്യും. മറ്റൊരിക്കൽ പറയുകയാണ്, എനിക്ക് വേണ്ടി സ്വന്തം ധനവും ത്യാഗവും വിശ്വസ്തയോടെ അർപ്പിച്ച മറ്റൊരാളെ അബൂബക്കറിനെ പോലെ എനിക്കറിയില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിൽ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജനങ്ങളുടെ ഫത്വകൾക്ക് മറുപടി കൊടുത്തിരുന്ന രണ്ട് സഹാബികളുണ്ടായിരുന്നു. അതിലൊന്ന് അബൂബക്കറാണ്, മറ്റൊരാളെ റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്നത് തന്നെ റസൂലുള്ളാഹിയുടെ ആധികാരികമായ സംശയങ്ങൾക്ക് നീയെ മറുപടി പറയേണ്ടത്. പക്ഷെ റസൂലുള്ളാഹി ജീവിച്ചിരിപ്പോൾ തന്നെ മറ്റു രണ്ട് സഹാബികളെയും ജനങ്ങൾ സമീപിക്കുമായിരുന്നു. റസൂലുള്ളാഹിയുടെ ആത്മാക്കളെയും അനുവാദങ്ങളെയും ആ സഹാബികൾ ഫത്വകൾ ഉത്തരങ്ങൾ കൊടുക്കുമായിരുന്നു. ഒന്ന് അബൂബക്കർ സിദ്ദീഖാണ്, രണ്ടാമത്തേത് ഉമർ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഒരു സ്ത്രീ എന്തോ ഒരു ആവശ്യവുമായി റസൂലുള്ളാഹിയെ സമീപിച്ചു. റസൂലുള്ളാഹി ആ സ്ത്രീയോട് പറഞ്ഞു, നാളെ വരാം. അപ്പോ ആ സ്ത്രീ ചോദിച്ചു, എന്നിട്ട് ഞാൻ അങ്ങയെ നാളെ വരുമ്പോൾ എനിക്ക് അങ്ങയെ കാണാൻ കഴിയില്ലെങ്കിലോ? അവരുദ്ദേശിച്ചത് താങ്കൾ മരണപ്പെട്ടു പോവുകയാണെങ്കിലോ എന്നാണ് വ്യാഖ്യാനം. ആ ഹദീസിന്റെ ശറഹിൽ കാണാം, വ്യാഖ്യാനത്തിൽ കാണാം. അപ്പോ റസൂൽ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നീ അബൂബക്കറിനെ കാണും. അപ്പോൾ അബൂബക്കർ സിദ്ദീഖിന്റെ ഖിലാഫത്തിലേക്കുള്ള വ്യക്തമായ സൂചനയാണ് ഇതെന്ന് ഇമാം നബവി, ഇബ്നു ഹജർ അസ്ഖലാനിയിലുള്ള പണ്ഡിതന്മാർ പറയുന്നത്. റസൂൽ വ്യക്തമായി എന്റെ പിൻഗാമി ഇന്നയാളായിരുന്നു എന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരുപാട് സൂചനകൾ അബൂബക്കറിലേക്ക് നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ പഠിക്കണം. കാരണം ഷീയിസം കേരളത്തിൽ പണ്ടത്തിനേക്കാൾ കൂടുതൽ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രവും ഖലീഫമാരുടെ ജീവചരിത്രവും ഒക്കെ അതിന്റെയൊക്കെ ഷീഇ വേർഷനുകളും അതിന്റെ ഷീഇ നരേഷൻസും ഒക്കെ ധാരാളമായി നമ്മൾ കേൾക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഇത് നമുക്കൊരു ബാക്കപ്പ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ കഴിയും. റസൂൽ മറ്റൊരിക്കൽ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്തവർക്കൊക്കെ നാം തിരിച്ചു പ്രത്യുപകാരം നൽകിയിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്തവർക്കൊക്കെ തിരിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ ഫേവർ ചെയ്തിട്ടുണ്ട്. റസൂൽ പറയാം, അബൂബക്കർ ഒഴികെ അദ്ദേഹത്തിന് അന്ത്യനാളിൽ അല്ലാഹു തന്നെ വേണം പ്രതിഫലം നൽകാൻ. അതാണ് അബൂബക്കർ സിദ്ദീഖ്. ഇനി സഹാബികൾക്കിടയിൽ അബൂബക്കറിന്റെ സ്ഥാനം എന്താ? ഒന്നാം സ്ഥാനമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ജൂനിയർ സഹാബിയാണ്, ഉമറിന്റെ മകൻ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയുന്നത്, ഞങ്ങൾ റസൂലുള്ളാഹിയുടെ കാലത്ത് സഹാബികളിൽ ആരാണ് ഏറ്റവും ഉത്തമൻ എന്ന് ഞങ്ങൾ ചർച്ച നടത്തുമായിരുന്നു. എപ്പോ ചർച്ച നടത്തിയാലും ഞങ്ങൾ ഒന്നാം സ്ഥാനം നൽകിയിരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനാണ്. രണ്ടാം സ്ഥാനം ഉമറിനായിരുന്നു. മൂന്നാം സ്ഥാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനായിരുന്നു എന്ന് ഒരു ഹദീസ് കാണാൻ കഴിയും. അതാണ് അബൂബക്കർ സിദ്ദീഖ്. നമുക്ക് നിരവധി സംഭവങ്ങളുണ്ട്. റസൂൽ, അത് കഴിഞ്ഞാൽ പിന്നെ അബൂബക്കർ, അത് കഴിഞ്ഞാൽ പിന്നെ ഉമർ, അത് കഴിഞ്ഞാൽ പിന്നെ ഉസ്മാൻ, അത് കഴിഞ്ഞാൽ പിന്നെ അലി എന്ന ആ ഓർഡറിൽ വരുന്ന ധാരാളം സംഭവങ്ങൾ റസൂലുള്ളാഹിയുടെ കാലത്തുള്ളത് കാണാൻ കഴിയും. അപ്പോ ജനങ്ങൾക്കിടയിൽ റസൂൽ കഴിഞ്ഞാൽ പിന്നെ സഹാബികൾക്കിടയിൽ ഏറ്റവും ഉന്നത സ്ഥാനം നിന്നത് റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ സഹാബികൾക്കിടയിൽ ഉന്നത സ്ഥാനത്ത് വരുന്നത് അദ്ദേഹമാണ്. മദീനയിലുള്ള മുഴുവൻ ആളുകളുടെയും ഈമാൻ ഒരു തട്ടിലും അബൂബക്കറിന്റെ ഈമാൻ മറുതട്ടിൽ വെച്ചാൽ അബൂബക്കറിന്റെ തട്ട് താഴ്ന്നിരിക്കും എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിൽ നിന്നാണ് ഈമാനിനെ കുറിച്ച് പറഞ്ഞത് ഒരു സന്ദർഭത്തിൽ കാണാൻ കഴിയും. ഏറ്റവും തഖ്വയുള്ള വ്യക്തിയായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു വേലക്കാരൻ കൃത്യം അബൂബക്കർ സിദ്ദീഖിനെ സമീപിച്ചു. തനിക്ക് പണ്ടമോ നൽകാനുണ്ടായിരുന്ന ഒരു പഴയ കടത്തിന്റെ വീതമായിട്ട് ഭക്ഷണം കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ചെന്നാൽ പറഞ്ഞത്, ഇത് ഞാൻ ജാഹിലിയ്യ കാലത്ത് ഈ ഭാവി പ്രവചനം സിഹർ അങ്ങനെയുള്ള സംഗതികൾ നടത്തിയിട്ട് അതിന് കിട്ടിയ കാശ് മേടിച്ച് ഭക്ഷണം അപ്പൊ തന്നെ പറഞ്ഞപ്പോൾ സിദ്ദീഖ് വായിൽ വരലിട്ട് ആ ഭക്ഷണം ഛർദ്ദിച്ചു കളഞ്ഞു എന്നാണ്. അത്രമാത്രം ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വിഷയത്തിൽ സൂക്ഷ്മത പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു സിദ്ദീഖ്. ഖലീഫയായി കഴിഞ്ഞ് ഭയങ്കര തിരക്കായി. അപ്പോ ഈ തിരക്കുകൾക്കിടയിലും നമസ്കാരം, ദിക്റുകൾ, ദുആകൾ, അല്ലാഹുവുമായി നടത്തേണ്ട മുനാജാത്ത് സംഭാഷണം, നമ്മുടെ വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ അല്ലാഹുവുമായി പങ്കുവയ്ക്കുന്ന പണിക്ക് പറയുന്ന പേരാണ് മുനാജാത്ത്. ദുആ അല്ല, ദുആ വേറെ, മുനാജാത്ത് വേറെ. മുനാജാത്ത് നടത്തുന്നത് എന്താ വിശേഷം ഇരിക്കുമ്പോൾ കുറെ കാലം കൂടി നമ്മൾ കണ്ടുകൊണ്ട് നമ്മുടെ ആത്മസുഹൃത്തുമായി എത്ര നേരം നമ്മൾ മണിക്കൂർ സംസാരിക്കുന്നത് ഒത്തിരി ടൈമാണ് അല്ലേ? നമ്മുടെ ദൈനംദിന കാര്യങ്ങളും വിശേഷങ്ങളും
വിശേഷങ്ങളും ഒക്കെ അള്ളാഹുവുമായി പങ്കുവയ്ക്കാൻ, അതിന് പറയുന്ന പേരാണ് മുനാജാത്ത്. ഈ മുനാജാത്ത് പലപ്പോഴും നമ്മളിൽ നിന്നും എടുത്തുപോയ ഒരു സുന്നത്താണ്. ദുആ ചെയ്യും, ഹജ്ജ് നിസ്കാരമൊക്കെ എപ്പോഴും ഇങ്ങനെ കുറച്ചൊക്കെ ഒരു നാണം വേണ്ടേ, എപ്പോഴും ഇങ്ങനെ അള്ളാഹ് ചോദിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹ്ക്ക് ഇഷ്ടത്തിൽ തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്, പക്ഷെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ വിശേഷങ്ങൾ, ഇതൊക്കെ അള്ളാഹുവോട് ഇങ്ങനെ പറയുക. അള്ളാഹുവിനെല്ലാം പറയാം, പക്ഷെ അള്ളാഹുവോട് നമ്മൾ പറയണം. അതാണ് നമ്മുടെ ഈമാൻ. ഇപ്പൊ ഈ ഉമർ ഖത്താബ് ഒരിക്കൽ ചോദിക്കുന്നുണ്ട് ആരോട്? അസ്മാ ബിൻത് ഉമൈസിനോട്. എങ്ങനെയായിരുന്നു ഈ തിരക്കുകൾക്കിടയിലൊക്കെ അള്ളാഹുവുമായി ഏകാന്തതയിൽ വിലയം പ്രാപിക്കാൻ അബൂബക്കർ സമയം കണ്ടെത്തിയിരുന്നു എന്ന് അസ്മയോട് ചോദിച്ചപ്പോൾ അസ്മ പറയുന്ന മറുപടിയാണ്, അർദ്ധരാത്രിയായാൽ അദ്ദേഹം എഴുന്നേറ്റ് പൊതുണ്ടാക്കി നിസ്കരിക്കും. അതിങ്ങനെ തുടരും. അതിന്റെ ഇടയ്ക്ക് ഖുർആൻ ഓതി കരയും, സുജൂദിൽ വീണ് കരയും, ദുആ ചെയ്ത് കരയും. കരള് ചുടുന്നത് പോലുള്ള ഒരു മണം എനിക്ക് ഇങ്ങനെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അത്രയും നെച്ചുപൊട്ടി കരയുമായിരുന്നു. ഇത് കേട്ട് കരഞ്ഞോണ്ട് ഉമർ പറയാം, ഖത്താബിന്റെ മകന് അവിടെ എത്താൻ എങ്ങനെ കഴിയും? എവിടെ എത്താൻ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ആ ദർജയിലേക്ക് എത്താൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു ഉമർ ഖത്താബ് കരയുന്നത്. അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലം 2 വർഷം 3 മാസം 10 ദിവസമായിരുന്നു. അതിനിടയിൽ മുസ്ലിം ഉമ്മത്തിന് കൈവരുത്താൻ കഴിയുന്ന സകല നേട്ടങ്ങളും നേടിക്കൊടുത്തിട്ടാണ് അദ്ദേഹം വഫാത്തായത്. അദ്ദേഹത്തിന്റെ ചുരുങ്ങിയ കാലത്താണ് ഖിലാഫത്ത് റാഷിദയ്ക്ക് അദ്ദേഹം ബേസ്മെന്റ് ഇട്ടത് എന്ന് പറയും. റസൂലുള്ളാഹിയുടെ വഫാത്തോടെ ഇളകി ആടി ഉടഞ്ഞിരുന്ന ധീരെന്ന കപ്പലിനെ അടിത്തറയിട്ട് കൊടുത്ത പണിയാണ് 2 വർഷം കൊണ്ട് സിദ്ദീഖ് ചെയ്തത്. സിദ്ദീഖ് അല്ലായിരുന്നെങ്കിൽ, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ക്രൂഷ്യലായ ചില ഡിസിഷൻസ് എടുത്തില്ലായിരുന്നെങ്കിൽ ഇസ്ലാമിന്റെ ചരിത്രം തന്നെ, ഇസ്ലാമിക മതത്തിന്റെ ചരിത്രം തന്നെ മറ്റൊരു വഴിക്ക് നീങ്ങി പോകുമായിരുന്നു എന്ന് കാണാൻ കഴിയും. നമ്മൾ ആ വിഷയം അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്നെ പ്രശംസിക്കുന്ന ഒരു വാക്ക് ആരെങ്കിലും പറയുന്നത് കേട്ടാൽ, അദ്ദേഹത്തെ വെച്ച് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ ലജ്ജ കൊണ്ട് അദ്ദേഹത്തിന്റെ മുഖം കുനിയുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം നിറഞ്ഞ കണ്ണുകളോടെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ. പടച്ചവനെ, അവർ പറയുന്നതിനെ ചൊല്ലി നീ എന്നെ ശിക്ഷിക്കില്ല. നിനക്കാണല്ലോ നന്നായിട്ട് അറിയാം ഞാൻ ആരാണ്. അതുകൊണ്ട് അവരെന്നെ പലതും പറയുന്നില്ല. എന്റെ സഹപ്രവർത്തകർ, എന്റെ നേതാക്കൾ, എന്റെ അനുയായികൾ പറയും, അല്ലാഹുമ്മ ലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ. പടച്ചവനെ, അവർ പറയുന്നതിനെ ചൊല്ലി നീ എന്നെ പിടികൂടല്ലേ. വഗ്ഫിർ ലീ മാ ലാ യഅലമൂൻ. അവർക്കറിയാത്ത വിഷയത്തിൽ നീ എനിക്ക് പുറത്തു തരണേ. വജഅൽ ലീ ഖൈറൻ മിമ്മാ യദുന്നൂൻ. അവർ മനസ്സിലാക്കുന്നതിനേക്കാൾ നീ എന്നെ ഉത്തമനാക്കണമേ. അതായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു. നമ്മൾ സാധാരണ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ധീരതയും നീതിബോധത്തെയും കുറിച്ച് ധാരാളം കേൾക്കാറുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതേപോലെ ധീരനായിരുന്നു. ഒരു മെലിഞ്ഞ നീണ്ട മനുഷ്യനായിരുന്നെങ്കിൽ പോലും അബൂബക്കറിന്റെ ധീരത, നിശ്ചയദാർഢ്യം, ധൈര്യം, സ്ഥൈര്യം, അതിനൊക്കെ അവതരിപ്പിക്കാൻ ഒരു സഹാബിക്കും കഴിഞ്ഞിരുന്നില്ല. പല ചരിത്ര സംഭവങ്ങളുണ്ട്. അതിലൊന്നാണ് ഇസ്ലാമിലെ ആദ്യത്തെ ഖതീബ് എന്ന് പറഞ്ഞാൽ ഖുറൈശികൾ ഇരിക്കുന്ന സദസ്സിൽ പോയി ഇസ്ലാമിനെ പ്രസന്റ് ചെയ്യാൻ പല തവണ ആദ്യകാലം, ഇസ്ലാമിന്റെ ആദ്യകാലത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദം വെച്ചിട്ടുണ്ടാകും. അനുവാദം കൊടുത്തിട്ടില്ല. ഒരിക്കൽ കുറെ തവണ ഇൻസിസ്റ്റ് ചെയ്തു പോകണം, പോയി പറയണം. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയിട്ട് എന്ത് ചെയ്യണം? ഇസ്ലാമിനെ പ്രസന്റ് ചെയ്യണം. ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പിന്നെ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, അന്ത്യനാൾ, പരലോകം, ഖബർ, ഇതൊക്കെ പറഞ്ഞു. കുറച്ചു നേരം ആ സംസാരത്തിൽ അങ്ങ് ലയിച്ചിരുന്നു പോയി ഖുറൈശികൾ നേതാക്കൾ. കുറച്ചു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായത് മുഹമ്മദിന്റെ ആണ് ഈ പറയുന്നത്. അവർ ചാടിയിരുന്നു. ആ കൂട്ടത്തിൽ ഉത്ബത്ത് ബിൻ റബീഅ എന്ന് പറയുന്ന ഖുറൈശി പ്രമുഖൻ ചെരുപ്പൂരി അടിച്ചു കൊടുത്തു. നല്ല തല്ല് കിട്ടിയത്. ആളുകൾ ചുറ്റും കൂടി അബൂബക്കർ സിദ്ദീഖിനെ തല്ലി. അദ്ദേഹം ബോധം കെട്ട് വീണു. മുഴുവൻ രക്തത്തിൽ കുടിച്ചു. ആരോ പറഞ്ഞിട്ട് അരമണിക്കൂറോളം എന്നാണ് ചരിത്രത്തിൽ കാണുന്നത് അദ്ദേഹത്തെ തല്ലി. തല്ലുകൊണ്ട് ബോധം കെട്ട് ബനൂതൈമാരെ വിവരം അറിയിച്ചപ്പോൾ ബനൂതൈം അദ്ദേഹത്തിന്റെ ഗോത്രം വന്ന് അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോയി വീട്ടിൽ കിടത്തി. ബോധം തെളിഞ്ഞപ്പോ ആദ്യം ഉമ്മയോട്, സൽമയോട്, ഉമ്മയോട് ചോദിക്കാണ്, അയിന റസൂലുള്ളാഹിയുടെ മുഹമ്മദ്. അപ്പൊ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. എനിക്ക് മുഹമ്മദ് അറിഞ്ഞൂടാ. അപ്പൊ മോന്റെ കാര്യത്തിൽ നിനക്കെന്താണ്? പിന്നെ വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല.
റസൂലുള്ളാഹിയുടെ വിവരം അറിയാതെ ഞാൻ വെള്ളം കുടിക്കുകയില്ല, ഭക്ഷണം കഴിക്കുകയില്ല. അങ്ങനെ ഈ ഉമ്മ സൽമ ഫാത്തിമയുടെ ഉമർ ഖത്താബിന്റെ ഒരു സഹോദരി ഉണ്ടായിരുന്നു, ഉമ്മു ജമീൽ. ഉമ്മു ജമീൽ രഹസ്യമായി ഇസ്ലാം സ്വീകരിച്ചു. ഫാത്തിമയല്ല, മറ്റൊരു സഹോദരി ഉമ്മു ജമീൽ. പിന്നെ ഉമ്മു ജമീലിനോട് ചോദിക്കുമെന്ന് അബൂ സിദ്ദീഖ് പറയുന്നത്. അപ്പൊ ഉമ്മു ജമീലിനടുത്ത് സൽമ പോയിട്ട് ചോദിക്കുന്നത് ഇതാക്കിയ സംഭവങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ചോദിക്കണം, മുഹമ്മദ് ഇവിടെ ഉമ്മു ജമീൽ സ്വകാര്യം വെച്ചിരിക്കുകയാണ് അവിടെ റളിയല്ലാഹു അൻഹ. അപ്പൊ എനിക്കെങ്ങനെ അറിയും? അവർ തന്ത്ര ഇറക്കിയത്, കാരണം ഇവിടെ തുമ്മാറാണോ പ്രശ്നം. എനിക്കെങ്ങനെ അറിയാനാണ് അബൂബക്കറിന്റെയും മുഹമ്മദിന്റെയും വിശേഷങ്ങൾ എന്ന് പറയും. അങ്ങനെ പക്ഷെ എന്നാലും ഞാൻ അബൂബക്കറിലേക്ക് വരാം എന്ന് പറഞ്ഞ് വരികയും ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോ ഉമ്മു ജമീലിനോട് അബൂബക്കർ സിദ്ദീഖ് പറയുന്നത്, കുഴപ്പമില്ല, ഉമ്മ ഒരിക്കലും നമ്മുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തില്ല എന്ന് പറയുമ്പോഴാണ് ഉമ്മു ജമീൽ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാറുൽ അർഖമിൽ സുരക്ഷിതനാണ്, അദ്ദേഹത്തിന് പ്രശ്നമില്ല എന്നറിയുമ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും തയ്യാറായത്. അപ്പോൾ തന്നെ റസൂലിനെ കാണാൻ വേണ്ടി അതേ രണ്ടുപേരും അപ്പുറം ഇപ്പുറം താങ്ങിക്കൊണ്ടാണ് അബൂബക്കറിനെ ദാറുൽ അർഖമിൽ എത്തിച്ചത്. ദാറുൽ അർഖമിൽ എത്തി റസൂലിനെ കണ്ടപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖിന് സമാധാനമായത് എന്നാണ് അവിടെ നിന്ന് തന്നെ പറയുന്നത്. കൂട്ടത്തിൽ ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, റസൂലേ എന്റെ ഉമ്മയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് ദാറുൽ അർഖമിൽ വെച്ച് തന്റെ ഉമ്മയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും അവർ അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അബൂബക്കർ ഇസ്ലാം സ്വീകരിച്ചില്ല, സൽമ ഉമ്മുൽ ഖൈർ ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. അവരുടെ ഒരു ഫാമിലിയിലും ഇനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കുടുംബം മക്ക കാലഘട്ടത്തിലും ഹിജ്റയുടെ വേളയിലും റസൂലുള്ളാഹിയെ സപ്പോർട്ട് ചെയ്ത പോലെ മറ്റൊരു കുടുംബവും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു കുടുംബം ഒന്നടങ്കം റസൂലുള്ളാഹിയെ സപ്പോർട്ട് ചെയ്തത് നോക്കിയാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമായിരുന്നു എന്ന് കാണാൻ കഴിയും. ഇനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സമയമല്ല, ഉപരിക്കല്ലേ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ധീരതയ്ക്ക് മറ്റൊരു ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. എന്ത് ഇബ്നു ദഗനയുടെ സംരക്ഷണത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തിരിച്ച് മക്കയിൽ തന്നെ വന്നു. അങ്ങനെ ഇബ്നു ദഗന ഖുറൈശി നേതാക്കന്മാരുടെ അടുത്ത് പോയിട്ട് പറയാണ്, ഞാൻ അബൂബക്കറിന് സംരക്ഷണം നൽകിയിരിക്കുന്നു എന്ന് പറയാണ്. അപ്പൊ അന്ന് അങ്ങനെ ഈ ഇബ്നു ദഗനയുടെ ഗോത്രം ഖുറൈശി ഗോത്രം എന്ന് പറഞ്ഞ സഖ്യത്തിലാണ്, അലയൻസ് ആണ്. അപ്പൊ ഈ ഗോത്രങ്ങൾ അലയൻസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പരസ്പരം ഉപദ്രവിക്കില്ല. അപ്പോ ഖുറൈശികൾ പറയണം, ഓക്കെ അങ്ങനെയാണെങ്കിൽ അബൂബക്കറോട് പറയണം പരസ്യമായി നമസ്കരിക്കാനോ കഅബയിൽ ചേർന്ന് പ്രാർത്ഥിക്കാനോ പാടില്ല എന്ന് പറയണം. ഇബ്നു ദഗന ആ കാര്യം അബൂബക്കറോട് പറയും. അബൂബക്കർ അത് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിലെ ഈമാൻ, അദ്ദേഹത്തിന് അങ്ങനെ രഹസ്യമായി നിസ്കരിക്കുക, രഹസ്യമായി എല്ലാ കാര്യങ്ങളും ചെയ്യാതെ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ ഒരു പള്ളി മസ്ജിദ് പണിയുകയും എന്നിട്ട് അവിടത്തെ അങ്ങോട്ട് ഖുർആൻ പാരായണം നമസ്കാരവും മാറ്റി വെച്ചു. കാരണം അബൂബക്കർ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുകയും മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുകയും ഖുർആൻ പാരായണത്തിന്റെ വിതുമ്പി കരയുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ലോകഹൃദയനായിരുന്നു. അപ്പൊ ഇത് കേൾക്കാൻ മുശ്രിക്കുകളായ സ്ത്രീകളും കുട്ടികളും ധാരാളമായി തടിച്ചോടാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ വെച്ചു. അപ്പൊ ഇത് വീണ്ടും പ്രശ്നമായി. അങ്ങനെ ഈ ഖുറൈശി നേതാക്കന്മാരെല്ലാം കൂടി പോയിട്ട് ഇബ്നു ദഗനയോട് പറഞ്ഞു, ഇബ്നു ദഗന താങ്കൾ അഭയം കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ അബൂബക്കറിനൊന്നും ചെയ്യാത്തത്. പക്ഷെ അബൂബക്കർ താങ്കളോട് പറഞ്ഞിരിക്കുന്ന വാക്കുകളൊക്കെ തെറ്റിച്ചിരിക്കുന്നു, പരസ്യമായി നിസ്കാരം നൽകിയിട്ടുണ്ട്. മതം സ്വകാര്യമായി പ്രാക്ടീസ് ചെയ്യുക, നാമ സെക്യൂരിസം നമ്മൾ ആവശ്യപ്പെടുന്നത്. തട്ടമൊക്കെ ക്ലാമസിൽ പുറത്ത്, അകത്തേക്ക് കയറിയാൽ വേണ്ട. അങ്ങനെ സ്വകാര്യമായി മതം പ്രാക്ടീസ് ചെയ്യാൻ അബൂബക്കർ തയ്യാറായിരുന്നു. അപ്പൊ ഇബ്നു ദഗന വന്ന് അബൂബക്കർ പറയുന്നത്, നമ്മളവരുടെ ധാരണ പ്രകാരം താങ്കൾ രഹസ്യമായി ചെയ്യാമെന്നായിരുന്നു സമ്മതിച്ചത്. താങ്കൾ ഇങ്ങനെ പരസ്യമായി ചെയ്യാൻ തുടങ്ങിയാൽ എനിക്ക് ഖുറൈശികൾ പറയുന്നത് കേൾക്കേണ്ടി വരും, താങ്കളുടെ സംരക്ഷണം പിൻവലിക്കേണ്ടി വരും. സംരക്ഷണം പിൻവലിച്ചാൽ നന്ദി കിട്ടും. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞത്, എനിക്ക് താങ്കളുടെ അള്ളാഹുവിന്റെ സംരക്ഷണമാണ് എനിക്ക് മതി, താങ്കളുടെ സംരക്ഷണം താങ്കൾ പിൻവലിച്ചു, എനിക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം മതി. അങ്ങനെ അദ്ദേഹം വീണ്ടും പരസ്യമായി നമസ്കരിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ സാധാരണക്കാരായ ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം നമസ്കാരവും കേൾക്കാൻ ചടിച്ചുകൂടുകയും ചെയ്യുമായിരുന്നു. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖലീഫയായിരുന്ന കാലത്ത് കൂഫയിലെ ജനങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, അഖ്ബിറൂനി മൻ അശ്ജഉ നഫ്സ്, പറയൂ നിങ്ങൾ ആരാണ് ജനങ്ങളിൽ സഹാബിമാരിൽ ഏറ്റവും ധീരനായിരുന്ന വ്യക്തി? അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലത്ത് കൂഫക്കാരോട് ചോദിക്കണം. അപ്പോൾ ജനങ്ങൾ പറയുന്നു, അൻതയാ അമീറുൽ മുഅ്മിനീൻ, താങ്കളാണ് അമീറുൽ മുഅ്മിനീൻ ഏറ്റവും ധീരൻ
ഞങ്ങൾക്ക് അറിയില്ല. അപ്പോ അലിബാൻ പറയണം അബൂബക്കർ, അത് അബൂബക്കർ. എന്നിട്ട് അദ്ദേഹം പറയണം ഇസ്ലാമിന്റെ ആദ്യകാലത്ത് രണ്ട് സംഭവങ്ങൾ പറയുന്നത് കൊണ്ട് പറയും. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഒരിക്കൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ ചാരത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഖുറൈശി നേതാക്കന്മാരെല്ലാം കൂടെ വട്ടം കൂടിയിട്ട് അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ തടയാൻ തീരുമാനിച്ചു. അപ്പൊ ആ കൂട്ടത്തിൽ ഒരു നീചൻ എഴുന്നേറ്റ് ചെന്ന് തന്റെ ഷോൾ എടുത്ത് നിസ്കരിച്ചുകൊണ്ടിരുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിടികൂടെ ചെന്ന് കഴുത്ത് മുറുക്കി അദ്ദേഹത്തെ ശ്വാസം മുറിച്ചു. എന്നിട്ട് പിടിച്ച് ഇരുത്തി, അവിടെ ഇരുത്തി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ. വേറെ ചെല്ലുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ച് വലിച്ച് താഴത്തേക്ക് അദ്ദേഹം പോയി വീണു. വേറൊരാൾ വന്നിട്ട് ഇപ്പുറത്ത് വിളിച്ചു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് വീണു. അങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ തല്ലുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുകയും വിട്ടുകയൊക്കെ ചെയ്തു. കുറെ പേർ പിടിച്ച് കുറെ പേർ എഴുന്നേറ്റ് വീണിട്ട് തള്ളി വിടും. ഇങ്ങനെ ഇത് കണ്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുക. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ അലി റളിയല്ലാഹു അൻഹു കാണുന്നു, പക്ഷെ അലി റളിയല്ലാഹു അൻഹു ബാലനാണ്, 19 വയസ്സ് മാത്രമാണ്, അതൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത് എന്ന് പറയുന്ന നല്ല കരുത്തുള്ള തടിമാടനായ ഒരു ശത്രുവാണ് ചെയ്യുന്നത്. അദ്ദേഹത്തെ തട്ടിയിടാനുള്ള ധൈര്യം ആർക്കുണ്ടായിരുന്നില്ല. അന്ന് ഏതാനും ചില സഹാബികൾ മാത്രമേ ഉള്ളൂ. ഇതിന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് നാട്ടിടേനാണ്. പിന്നെ അദ്ദേഹം ഖുറൈശികളല്ല, ഒരു അടിമയാണ്. എന്നാൽ ഈ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ശത്രുക്കളിലേക്ക് ചാടി വീഴുകയും എന്നിട്ട് അദ്ദേഹത്തെ വട്ടം പൊതിഞ്ഞു നിൽക്കുകയും ചെയ്തു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വട്ടം പൊതിഞ്ഞ് റസൂലിന് കൊള്ളാമായിരുന്ന ഇടിയും എല്ലാം അദ്ദേഹം കൊള്ളു. എന്നിട്ട് ചോദിക്കുകയാണ്, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ നിങ്ങൾ ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്നത് പറഞ്ഞുകൊണ്ട് അലറി വിളിക്കുകയും കരയുകയും ചെയ്യാണ്. അപ്പോഴാണ് ജനങ്ങൾ പിരിഞ്ഞു വരുന്നത്. ഇത്രയും പറഞ്ഞിട്ട് കൂഫക്കാരുടെ മുമ്പിൽ കൊണ്ട് ഖലീഫ അലി റളിയല്ലാഹു അൻഹു കരഞ്ഞോട് പറയുന്നു, ഇനി നിങ്ങൾ പറയും. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിർഔൻ. ഫിർഔന്റെ കുടുംബത്തിൽ നിന്നും ഒരു മനുഷ്യൻ വന്നിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഈമാനാണ്, തന്റെ ഈമാൻ മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, തഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്. അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഡയലോഗ് ഖുർആനിലേക്ക് വന്നു. അതേ ഡയലോഗ് മൂസാ നബിയുടെ കാലത്ത് ഫിർഔന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മൂസാ നബിക്ക് വേണ്ടി പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഈമാൻ പ്രകടമാക്കിയില്ല. എന്നിട്ട് ആളുകൾ ചോദിക്കുന്നു, പറയൂ, ഫിർഔന്റെ കുടുംബത്തിൽ നിന്ന് മൂസയിൽ വിശ്വസിച്ച മൂസയ്ക്ക് വേണ്ടി തന്റെ ഈമാൻ മറച്ചു വെച്ചുകൊണ്ട് ഫിർഔന് മൂസയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ആ മനുഷ്യനാണോ തന്റെ ഈമാൻ പ്രകടമാക്കിക്കൊണ്ട് ഈ നേതാക്കന്മാരുടെയും തന്റെ ഈമാൻ പ്രകടമാക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രൊട്ടക്ട് ചെയ്യുകയും റബ്ബി അല്ലാഹ്, അല്ലയാണ് റബ്ബ് എന്നതിന്റെ പേരിൽ ഒരു മനുഷ്യനെ കൊല്ലുകയോ എന്ന് ചോദിച്ച അബൂബക്കറാണോ ഏറ്റവും ധീരൻ എന്ന് ചോദിച്ചു അബൂബക്കർ സിദ്ദീഖ് അലി റളിയല്ലാഹു അൻഹു കരയുകയായിരുന്നു. അപ്പോൾ കൂഫക്കാരും കരഞ്ഞു. നമുക്കിവിടെ അവസാനിപ്പിക്കാം, ഇതിങ്ങനെ നീളും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ധാരാളം നമുക്ക് കേൾക്കാനും പറയാനുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊതുവെ സൗമ്യ പ്രകൃതനാണ്. ഒരിക്കലും ഒരു മദീനയിൽ വെച്ചൊരു ജൂത സദസ്സിൽ ചെന്ന് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജൂത പുരോഹിതനായ റബ്ബിയായിരുന്ന ഫിൻഹാസിനെ അഡ്രസ് ചെയ്തുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, യാ ഫിൻഹാസ് അസ്ലിം, ഇസ്ലാം സ്വീകരിക്കൂ, താങ്കൾക്ക് അറിയാമല്ലോ, താങ്കൾ വിശ്വസിക്കുന്ന തൗറാത്തിലും ഇൻജീലിലുമൊക്കെ ഈ പ്രവാചകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇത് സത്യപ്രവാചകനാണ് താങ്കൾക്ക് അറിയാം, എന്നിട്ടും എന്തിനാണ് താങ്കൾ വിശ്വസിക്കുക? അപ്പൊ ഫിൻഹാസ് എല്ലാവരും പോയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ട്രോള്, അതെ, നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലാഹ്, ഖുർആൻ പരിചയപ്പെടുത്തിയ അല്ലാഹ്, ആ അല്ലാഹ് നിങ്ങളോട് കടം ചോദിക്കുകയാണല്ലോ. അപ്പൊ അല്ലാഹ് ഫക്കീറാണ്, നിങ്ങളാണ് സമ്പന്നൻ. ഞങ്ങൾ വിശ്വസിക്കുന്ന തൗറാത്തിലുള്ള അല്ലാഹുവിന് എന്ത് വേണ്ടയില്ല, കാശൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ബ്ലാസ്ഫമി കൃത്യമായി അല്ലാഹുവിനെ ആക്ഷേപിച്ച് സംസാരിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഷപ്പെടുകയും ഫിൻഹാസിന്റെ മുഖത്തടിക്കുകയും ചെയ്തു. ഞാൻ നിന്റെ ഗോത്രവും തമ്മിൽ സഖ്യത്തിലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കൊന്നേനെ എന്ന് പൊതുവെ ശാന്തപ്രകൃതനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രതികരിക്കുന്നു. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കോപാകുലനാകാനും രോഷാകുലനാകാനും ഒക്കെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തയ്യാറായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വ്യക്തിത്വം ഇനിയും നമുക്ക് അനാവരണം ചെയ്യാം. സമയത്തിന്റെ പരിമിതി നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബികൾ നുജൂം, എന്റെ അനുചരന്മാരെല്ലാം നക്ഷത്ര തുല്യരാണ്, അവരിൽ ആരെ നിങ്ങൾ ഫോളോ ചെയ്താലും നിങ്ങൾ ഹിദായത്തിലാണ് എന്ന് പറഞ്ഞാൽ നമ്മളും ധാരാളമായി വായിക്കുകയും കേൾക്കുകയും ചെയ്യണം.
ഈ ഓടിപ്പാഞ്ഞ് നടക്കുന്ന നമ്മുടെ പുതിയ തലമുറയ്ക്ക് സഹാബികളുടെ ചരിത്രം ടാബ് യൂട്യൂബിൽ കേട്ടോളാൻ പറയുകയല്ല, നമ്മുടെ വായിൽ നിന്ന്, വാപ്പമാരുടെയും ഉമ്മമാരുടെയും ശബ്ദത്തിൽ അവരുടെ വായിൽ നിന്ന് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ കേട്ട് കേട്ട് വളരണം. അത്രയും ഈമാൻ മദ്രസ ഉസ്താദ്മാരോ ടീച്ചർമാരോ അല്ലെങ്കിൽ യൂട്യൂബിലെ ബോധന്മാരോ പറഞ്ഞു കൊടുത്താൽ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. കാരണം ഈമാൻ മിനൽ കൽബിയിലെ കൽബ്, ഒരു കൽബിൽ നിന്നും അടുത്ത കൽബിലേക്ക് തിരുത്തേണ്ട കൊടുത്തേണ്ട നാളമാണ് ഈമാൻ എന്ന് പറയുന്നത്. അപ്പോ ഈമാന്റെ ആ ചൂടും മധുരവും ഒക്കെ നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വായിച്ച് പഠിച്ച് കേട്ട് നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ രാഗകഥകളായി പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. രാഗകഥകളായി പറയുമ്പോൾ അത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറങ്ങും. ഏതൊക്കെ വ്യക്തികൾ ഒരു മനുഷ്യന്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറങ്ങുമോ അത് അവരുടെ സ്വഭാവവും പ്രകൃതവും ചിന്താരീതിയുമായി മാറും. കോൺഷ്യസ് മൈൻഡിലല്ല, സഹാബികളും സഹാബി കഥകളും റസൂലുള്ളാഹിയുടെ ചരിത്രവും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറങ്ങണം. അതിന് ഏറ്റവും നല്ലത് അവർ ഉറങ്ങാൻ നേരത്ത് അവരുടെ കോൺഷ്യസ് മൈൻഡ് ഇനാക്റ്റീവ് ആവുകയും ഡിആക്റ്റീവ് ആവുകയും സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആവുകയും ചെയ്യുന്ന സമയത്ത് ഈ ചരിത്രങ്ങളും കഥകളും ഒക്കെ നമ്മൾ എല്ലാ രാത്രിയും പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അന്തസ്സുള്ള ഹിജാബിന്റെ വിഷയത്തിലും മുസ്ലിം സ്വത്വത്തിന്റെ വിഷയത്തിലും ഈമാന്റെ വിഷയത്തിലും ഇസ്ലാമിന്റെ ചിഹ്നങ്ങളുടെ വിഷയത്തിലും ഒക്കെ അന്തസ്സും ആത്മാഭിമാനവും തലമുറ വാർത്തെടുക്കാനുള്ള നല്ല വഴികളിലൊന്നും ഇതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.